സ്നേഹാനന്ദങ്ങൾ പ്രിയമുള്ളവരെ, വി വിറ്റ്നസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. എല്ലാ പ്രാവശ്യവും നമുക്കറിയാം, വിറ്റ്നസ്സിലൂടെ നമ്മൾ കേൾക്കുന്ന ജീവിതാനുഭവങ്ങൾ ദീർഘവർഷങ്ങൾ കർത്താവിൻ്റെ വേലയുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരുടേതാണ്. മിഷണറി അനുഭവങ്ങളാണ്. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ വ്യത്യസ്തമാകുന്ന ഒരു മിഷണറി അനുഭവം, ഒരു കർത്താവിൻ്റെ ദാസൻ്റെ അനുഭവം ഇന്ന് നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഈ ശുശ്രൂഷ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. അതിനായി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവെ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. നിൻ്റെ സന്നിധിയിലൊക്കെ പിന്നെയും ഞങ്ങൾക്ക് വിറ്റ്നസിൻ്റെ ഒരു പുതിയ എപ്പിസോഡുമായി കടന്നു വരുവാൻ തക്കണം. അവിടുന്ന് ചെയ്ത സാവകാശത്തിനായി സ്തോത്രം. ഞങ്ങളെ മുറ്റുമായി അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന അവിടുത്തെ ദാസനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മിക അനുഗ്രഹത്തിന് കാരണമായി തീരണം. ഞങ്ങളുടെ കുറവശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം വെളിപ്പെടണം. ഞങ്ങളുടെ വ്യൂവേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് ഈ വീഡിയോ കാണുന്ന ഓരോ നിൻ്റെ മക്കളെ ബ്ലസ് ചെയ്യണം കർത്താവെ. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ സാധാരണ ദൈവ സാന്നിധ്യം വെളിപ്പെടണം. സന്നിധിയിലേക്ക് മറ്റുമായി സമർപ്പിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. സകലമാനവും സകല മഹത്വവും ഞങ്ങളോടത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് വിടുവിച്ചിരിക്കൽ സ്തോത്രം. യേശു മൂലം താഴ്മയായി ഞങ്ങൾ ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഒരു നല്ല മിഷണറി അനുഭവം, നല്ലൊരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. നമ്മളോടൊപ്പം കർത്താവിൻ്റെ ദാസൻ പ്രിയ പാസ്റ്റർ ടി.എ. ശാമുവേൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ പാസ്റ്ററിനെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി സന്തോഷമുണ്ട് പാസ്റ്റർ ഞങ്ങൾക്കൊരു സമയം അനുവദിച്ച് തന്നതിൽ. പാസ്റ്റർ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വരുന്നെങ്കിലും പാസ്റ്ററുടെ മിനിസ്ട്രിയുമായിട്ടുള്ള ബന്ധത്തിൽ ചർച്ചിലെ വിശ്വാസികളൊക്കെ പലരും നമുക്ക് സാക്ഷ്യം പറഞ്ഞല്ലേ. ദൈവത്തിൻ്റെ സ്തോത്രം. അവരുടെ സാക്ഷ്യങ്ങളിലൊക്കെ ആ ചർച്ചിനെക്കുറിച്ചും പാസ്റ്ററെക്കുറിച്ചും ഒക്കെയുള്ള പരാമർശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു പാസ്റ്റർ അനുഭവം ഒന്ന് കേൾക്കണമെന്ന്. അങ്ങനെ ഒരു സാഹചര്യം ഒരുങ്ങിയതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്യുവൈറ്റിൽ ദീർഘവർഷങ്ങൾ ക്യുവൈറ്റിലുണ്ടായിരുന്നു അല്ലേ? 28 വർഷം ക്യുവൈറ്റിൽ ജോലിയും കർത്താവിന്റെ വേലയും കൂടെ ആയിരുന്നു. എങ്ങനെയായിരുന്നു? ശരി. ഇപ്പോൾ എന്നാൽ ക്യുവൈറ്റിൽ നിന്ന് മടങ്ങി വന്ന് അല്പം കൂടെ വിശാലമായി കർത്താവിന്റെ വേലയിൽ അല്ലേ മുഴുകിയിരിക്കുന്നു. കോന്നിക്കാരനാണ് ഇല്ലയോ? ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ ജനിച്ചു വളർന്നൊക്കെ കോന്നിയിലാണോ? ഓ, അത് ശരി. നമുക്ക് കോന്നിക്കാരും കുറേ ദേവദാസന്മാർ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു നാടാണ്. ഞങ്ങൾ റാന്നിയാണ്. അപ്പോൾ റാന്നിയും കോന്നിയും ഒക്കെ ഒത്തിരി പേരിലും സാമ്യമുണ്ട്. ഒത്തിരി ദേവദാസന്മാരുള്ള നാടാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ആ ഒരു അനുഭവം, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുടുംബം, ഇങ്ങനെയുള്ള പശ്ചാത്തലമൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണെങ്കിൽ അത് അനുഗ്രഹമായിരിക്കും. പാസ്റ്റർ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കമായിട്ട് പാസ്റ്റർ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, പാസ്റ്റർ കുടുംബത്തെക്കുറിച്ചും മാതാപിതാക്കളെക്കുറിച്ചൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ, ആ ജനിച്ചു വളർന്ന പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ അനുഗ്രഹമായിരിക്കും. എൻ്റെ പേര് ടി.എ. സാമുവൽ. ഞാൻ 1960 മാർച്ച് മാസം ഒരു മർത്തോമാ മിഷണറി കുടുംബത്തിൽ നല്ല ഒരു മാതാപിതാക്കളുടെ മകനായിട്ട് ജനിക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ഞങ്ങൾ 3 പേരാണ്. എൻ്റെ ഇളയ സഹോദരൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ റവറൻ ടി.എ. വർഗീസ് അച്ഛൻ മർത്തോമാ സഭയിൽ 29 വർഷം താന്റെ വേല സുസ്ഥിരമായി നിർമ്മിച്ചതിന് ശേഷം ദൈവത്തിന്റെ പ്രത്യേക വിളി കേട്ട് ഇപ്പോൾ അദ്ദേഹം നമ്മളെ പോലെ ആയിരിക്കുന്നു. എൻ്റെ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് ഖത്തർ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിന്റെ സീനിയർ പാസ്റ്ററുടെ വൈഫാണ്. ഞങ്ങൾ 3 പേരും വ്യത്യസ്ത നിലകളിൽ കർത്താവിന്റെ വേലയിലായിരിക്കും. എനിക്ക് 2 മക്കളാണ്. എൻ്റെ വൈഫിന്റെ വീട് ഒരു പുല്ലാട്ടുകാരാണ്. കാട്ടാക്കട സെറ്റ് ചെയ്തിരിക്കുന്നു. വൈഫിന്റെ പേര് റേച്ചൽ സാമുവൽ, വീട്ടിലെ പേര് അപ്പോളി എന്നാണ്. എനിക്ക് 2 മക്കൾ. മകന്റെ പേര് ജെഫി, മരുമകളുടെ പേര് ക്രിസ്റ്റി. 3 കൊച്ചുമക്കളുണ്ട്. അവർ കുവൈറ്റിലെ ജോലിയോടുകൂടി കർത്താവിന് വേല ചെയ്യുന്നു. മകളുടെ പേര് ആശ, മരുമകന്റെ പേര് ജെയ്സൺ. 2 കൊച്ചുമക്കൾ അവർ UK-യിലായിരിക്കുന്നു. അവരും കർത്താവിന്റെ വേലയിൽ മുന്നിട്ട് നിൽക്കുന്നു. അതെ, ടി.എ. വർഗീസ് അച്ഛനും നമുക്കൊന്ന് സാക്ഷ്യം പറഞ്ഞിരുന്നു. അച്ഛനും അച്ഛൻ്റെ മോളും അല്ലേ? മകളും. അതെ, അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളായിരുന്നു അന്ന്. ആ സാക്ഷ്യം, പ്രത്യേകിച്ചും മോടെ സാക്ഷിയൊക്കെ ഒത്തിരി ആളുകൾ കേട്ടു. ഒരു വലിയ ബ്ലെസ്സിങ് ആയിരുന്നു. അച്ഛൻ്റെ സാക്ഷ്യത്തിലും അച്ഛൻ പാസ്റ്ററെ കുറിച്ച് പറയുന്നുണ്ട്. അതെ. അപ്പോൾ ഒരു വലിയ അനുഭവമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ക്യുവൈറ്റിലെ അനുഭവങ്ങളുണ്ട്,
മിഷണറി യാത്രകളുടെ അനുഭവമുണ്ട്. എനിക്കൊന്ന് പാസ്റ്റർ ഇപ്പോഴും ആഫ്രിക്കയിലായിരുന്നു കുറേ ദിവസങ്ങൾ. ഞാൻ മിനിഞ്ഞാന്ന് ആഫ്രിക്കയിൽ നിന്ന് വന്ന് മിനിഞ്ഞാന്നാ വന്നത്. നല്ലൊരു വിസിറ്റ് ആയിരുന്നു അല്ലേ? അയ്യോ, ഭയങ്കര അത്ഭുതം. രാജ്യം മുഴുവൻ കർത്താവിന് വേണ്ടി തുറന്നു. അത് വിശദമായിട്ട് പറയാം. ദൈവത്തിന് ശ്രദ്ധ എല്ലാം കേൾക്കണം. ആഫ്രിക്കൻ അനുഭവങ്ങൾ കേൾക്കണം, ക്യുവൈറ്റ് അനുഭവങ്ങൾ കേൾക്കണം, എല്ലാ പശ്ചാത്തലവും കേൾക്കണം. ഇനി ഞാൻ അതുകൊണ്ട് സമയം ഒന്നും നഷ്ടപ്പെടുത്തുന്നില്ല. മുഴുവൻ സമയം പാസ്റ്റർക്ക് തരിക. അത്യാവശ്യമുണ്ട് ഇടയ്ക്ക് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോന്നിയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഒരു 15 വയസ്സായപ്പോഴത്തേക്ക് തന്നെ മർത്തോമാ സഭയിലെ ഞങ്ങളുടെ ചർച്ച് എന്ന് പറഞ്ഞത് ഗ്രാമീണ ചർച്ചാണ്. എൻ്റെ ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് മർത്തോമയാണ്. ഞങ്ങള് പ്രത്യേകിച്ച് കോന്നി മർത്തോമ ചർച്ച് എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് പള്ളിയോട് വലിയൊരു സ്നേഹം ആദ്യമൊട്ടേ ഉണ്ടായിരുന്നു. എൻ്റെ വളർച്ചയുടെ എല്ലാ രംഗങ്ങളിലും ആദ്യകാലത്ത് സഭയായിട്ടുള്ള വലിയ എനിക്ക് സപ്പോർട്ട് കിട്ടിയിരുന്നു. പ്രത്യേകിച്ച് എന്നെ ഓർഗൻ പഠിക്കാനായിട്ട് വിട്ടത് മർത്തോമ ചർച്ച തന്നെയായിരുന്നു. അങ്ങനെ ഞാനൊരു വർഷിപ്പ് ലീഡറായി. ഏതാണ്ട് 15 വയസ്സായപ്പോഴത്തെ തൊട്ട് എൻ്റെ സുവിശേഷ വേല മർത്തോമാ സഭ കേന്ദ്രീകരിച്ച് തുടങ്ങി. ഇപ്പോൾ എനിക്ക് 65 വയസ്സായിരിക്കുന്നു. നീണ്ട 50 വർഷത്തെ മിഷണറി പാരമ്പര്യം ദൈവം കൃപയാൽ തന്നു. ഞാൻ ആയിരിക്കുന്ന സ്ഥാനത്തൊക്കെയും വിശ്വസ്തയോടെ നിൽക്കുവാനായിട്ട് ദൈവം എനിക്ക് കൃപ തന്നിട്ടുണ്ട്. 15 വയസ്സുള്ളപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മർത്തോമാ സെന്ററിന്റെ 10 ഇടവകയുടെ ഒരേ സമയം 3 ഓഫീസ് വഹിക്കുവാനായിട്ട് ഇടയാക്കി. യൂണിസെക്കത്തിന്റെ സെൻട്രൽ സെക്രട്ടറി, സൺഡേ സ്കൂളിന്റെ സെൻട്രൽ സെക്രട്ടറി, സന്നദ്ധ സെൻട്രൽ സെക്രട്ടറി. അപ്പൊ എനിക്ക് സുവിശേഷം പറയാൻ വലിയൊരു ദാഹമായിരുന്നു. അതിന്റെ കാരണം അബ്രഹാം മർത്തോമ ബിഷപ്പ് അദ്ദേഹം പറഞ്ഞിരുന്നു, ഓരോ മർത്തോമക്കാരും ഒരു ഓരോ മിഷണറിയാണ്. അത് ഞാൻ അങ്ങ് ഏറ്റെടുത്തു. അന്നത്തെ അറിവ് വെച്ചുകൊണ്ട് അപ്പോഴത്തേക്ക് എൻ്റെ ഔദ്യോഗികതൊക്കെ ആരംഭിച്ചു. ഞാൻ പിന്നെ ഇന്ത്യയിലെ ഫെഡറൽ ബാങ്കിൽ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ആദ്യം എൻ്റെ പോസ്റ്റിങ് കൽക്കട്ടയിലായിരുന്നു. അവിടെ 1.5 വർഷം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് തന്നെ മർത്തോമയുടെ നോർത്ത് ഈസ്റ്റേൺ കോൺഫറൻസ് ഒക്കെ ഹോസ്റ്റ് ചെയ്യാനായിട്ട് ദൈവം കൃപ ചെയ്തു. അവിടെ വെച്ച് എഴുതിയൊരു പാട്ടാണ് എഴുന്നേറ്റ് പ്രകാശിക്കാൻ നിന്റെ പ്രകാശം വന്നിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ പലരും കേട്ടു കാണും. അത് അന്ന് ബിഷപ്പ് ആരേനസ് പറഞ്ഞു, എഴുന്നേറ്റ് പ്രകാശിക്കാന്നുള്ള അനുഭൂതി 24 മണിക്കൂർ കൊണ്ട് ഒരു പാട്ട് എഴുതണം. വലിയൊരു സമകരമായിട്ടുള്ള സംഭവമായിരുന്നു. അത് എഴുതി. ആ പാട്ടിന്റെ ഒരു ട്യൂൺ ഒന്ന് പറയാമോ? 2 ലൈൻ ഒന്ന്. എഴുന്നേറ്റു പ്രകാശിക്കാം നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. നമുക്കറിയാവുന്ന വളരെ ഫേമസ് ആയിട്ട് സോങ് ആയിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ നാട്ടിലായിരുന്നപ്പോൾ തന്നെ ശുശ്രൂഷയില് ദൈവം ചില കൃപാവരങ്ങളൊക്കെ ദൈവം ഏൽപ്പിച്ചു. പ്രത്യേകിച്ച് ഞാൻ കോന്നി ഫെഡറൽ ബാങ്കിലായിരുന്നു 10 വർഷത്തോളം. അപ്പൊ അന്നത്തെ കാലത്ത് ഈ ലോക്കലായിട്ടുള്ള ആൾ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഈ വനപ്രദേശത്തുനിന്ന് ഗ്രാമീണ പ്രദേശത്തു നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരികയും ബാങ്കിങ്ങിന്റെ കാര്യത്തിൽ അവരെ സഹായിക്കാൻ, അതോടൊപ്പം തന്നെ അവരുടെ ആത്മീയ കാര്യങ്ങളിൽ എനിക്ക് അവരെ സഹായിക്കാനായിട്ടൊക്കെ ഇടയായി. ബാങ്കിന്റെ സമയമൊക്കെയും കഴിഞ്ഞിട്ട് ഞങ്ങള് ഈ വനപ്രദേശത്തൊക്കെയും നടന്നും ഒക്കെയും പോയി സുവിശേഷം പറയുമായിരുന്നു. ആ സമയത്തും ബാങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ബാങ്കിൽ കാഷ്വൽ ലീവ് ഉണ്ട്, യഥാർത്ഥ ലീവ്, ആനുവൽ ലീവൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ എടുക്കാതെ അതെല്ലാം ഓരോ എക്സ്പെഡിഷന് വേണ്ടി സുവിശേഷത്തിന്റെ യാത്രയ്ക്ക് വേണ്ടി, ദൂര യാത്രയ്ക്ക് വേണ്ടി പോരാട്ടൊക്കെ ഞാനത് സൂക്ഷിച്ചു വെക്കുവാൻ. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ എൻ്റെ 28ാമത്തെ വയസ്സ് എൻ്റെ വിവാഹം നടന്നു. പിന്നീട് വിവാഹാനന്തരം 1.5 വർഷത്തിന് ശേഷം ഞാൻ കുവൈറ്റിലേക്ക് കടന്നുപോയുണ്ടായി. കുവൈറ്റിൽ ഞാൻ ചെന്നു. മർത്തോമാ സഭയുടെ ഏറ്റവും വലിയ ചർച്ച് കുവൈറ്റിലാണ്. 5000 വീട്ടുകാരുണ്ട്. ഞാൻ മർത്തോമയിൽ തന്നെ നിൽക്കുന്നുണ്ട്. എനിക്ക് വലിയൊരു ഓപ്പണിംഗ് ആയിരുന്നു. ഞാൻ ചെന്നതിന്റെ പിറ്റേ ആഴ്ച തൊട്ട് കുവൈറ്റിലെ 7 സ്ഥലത്ത് 7 ബൈബിൾ സ്റ്റഡിയുണ്ട്. ആ ബൈബിൾ സ്റ്റഡി വലിയൊരു അനുഗ്രഹമായിട്ട് മാറി. ധാരാളം ആൾക്കാർ രക്ഷിക്കപ്പെടാനായിട്ട് തുടങ്ങി. വലിയ വിടുതൽ നടക്കാൻ തുടങ്ങി. പല ഭാഷക്കാർ അവിടെ കടന്നു വന്നു. അതൊരു മൂവ്മെന്റായിട്ട് മാറി. അന്നും എനിക്ക് മർത്തോമാ സഭ വിടണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അപ്പൊ ധാരാളം ആൾക്കാർക്ക് സ്നാനം കൊടുത്തുകൊണ്ടേയിരുന്നു. അവിടെ ഇതാണ് ഐര്യങ്ങള് സ്നാനപ്പെടുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. അങ്ങനെ പിന്നെ സ്നാനപ്പെട്ട ഇതര മതങ്ങളിൽപ്പെട്ട വ്യക്തികളൊക്കെയും ഒരു ചോദ്യം എന്നോട് ചോദിച്ചു. എന്നെ കുവൈറ്റ് രാജുബേർ എന്ന് അറിയപ്പെടുന്നു. രാജുബേർ ഞങ്ങൾ സുവിശേഷമൊക്കെ പറഞ്ഞു, ഞങ്ങൾ ഇനി എങ്ങോട്ട് പോകും, തിരിച്ചു പോകാനായിട്ട് പറ്റത്തില്ല ഞങ്ങളായിരുന്ന സംവിധാനത്തിലേക്ക്. അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കാരണം എനിക്കൊരു മിനിസ്ട്രി തുടങ്ങണമെന്ന് ഒരാഗ്രഹമില്ല. കാരണം ഞാൻ ഒരുപാട് മിനിസ്ട്രിക്ക് സപ്പോർട്ട് ചെയ്യും. കംഫർട്ടബിൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ കംഫർട്ടബിൾ ആയിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് അപ്പോഴത്തെ ഞങ്ങൾ 5 പേര് തുടങ്ങി. 5 പേര് ചേർന്നാണ് ഞങ്ങളുടെ മിനിസ്ട്രിയുടെ ആരംഭം കുവൈറ്റ്. ഞങ്ങൾ ഇത് പ്രാർത്ഥിച്ചപ്പോൾ എല്ലാ കൃപാവരങ്ങളും ദൈവം ഞങ്ങൾക്ക് 5 പേർക്കും തന്നു.
5 പേർക്ക് തന്നു എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലിലോട്ട് മാറി. അവിടെ മിഡിൽ ഈസ്റ്റിലെ വെള്ളിയാഴ്ചയാണല്ലോ ആരാധനയൊക്കെ നടക്കുന്നത്. എൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു ആദ്യത്തെ ചർച്ച തുടങ്ങിയത്. 120 പേർക്കൊക്കെ കഷ്ടിച്ച് ഇരിക്കുകയും നിൽക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ടും ആൾക്കാർ ബെഡ്റൂമിലൊക്കെ നിൽക്കുകയാണ്. അതിനുശേഷം ഞാൻ ഈ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ദൈവയുടെ കൃപാവരത്തോട് ചെയ്ത് അതിന് വലിയൊരു പ്രയോജനമാണ് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടൊക്കെ. അങ്ങനെ ഓരോ വെള്ളിയാഴ്ചയും 10, 20, 25 കുടുംബങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് വരും. ദൈവം അവരുടെ കാര്യങ്ങളൊക്കെയും വെളിപ്പെടുത്തുകയും ദിവസത്തിന്റെ തീരുമാനം എടുക്കുകയും, അങ്ങനെ നമ്മളെ സുവിശേഷങ്ങളിൽ കാണുന്ന പോലെ യോഹന്നാൻ 6 മാസമേ വേല ചെയ്തുള്ളൂ എന്നാണ് വേദപുസ്തക പഠിതാക്കൾ പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന് എല്ലാ ആൾക്കാർക്ക് സ്നാനം കൊടുത്തു. ഒരേ പ്രസംഗം യോഹന്നാൻ ചെയ്തു. രാവിലെയും ഒരു പ്രസംഗം, ഉച്ചയ്ക്ക് ഒരു പ്രസംഗം. പക്ഷെ എല്ലാ പ്രസംഗം കഴിയുമ്പോഴത്തേക്കും സ്നാനപ്പെടാനായിട്ട് ആളുണ്ടായി. ഹല്ലേലൂയ. അങ്ങനെ അതൊരു മൂവ്മെന്റായിട്ട് മാറി. അങ്ങനെ ഒരു മിനിസ്ട്രി തുടങ്ങണം. പക്ഷെ മിനിസ്ട്രി തുടങ്ങാൻ ഞാൻ അത്ര ഈസി അല്ല. കാരണം ഒന്നാമത് എനിക്ക് എൻ്റെ താല്പര്യമില്ല. എൻ്റെ ഉത്തരവാദിത്വമൊക്കെ എൻ്റെ മേൽ വരുമെന്ന് എനിക്ക് നല്ലപോലെ അറിയാമായിരുന്നു. എൻ്റെ കൂടുതൽ വ്യക്തികളൊക്കെ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളാണ്. അവരൊക്കെ പ്രാർത്ഥിക്കാൻ വന്നു. ഒന്നിച്ച് ഞങ്ങൾ ഒരു കൂട്ടമായി പിന്നീടാണ് മിനിസ്ട്രി ആയിട്ട് വന്നത്. അങ്ങനെ 1995 ദൈവത്തിന്റെ പ്രത്യേക ഗൈഡൻസ് പ്രകാരം IFM ഇമ്മാനുവൽ ഫെയ്ത്ത് മിനിസ്ട്രീസ് ഇന്റർനാഷണൽ അത് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഇപ്പൊ ദൈവം പറഞ്ഞൊരു കാര്യം, ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു കാര്യമുണ്ട്. കർത്താവേ, നിന്റെ സാന്നിധ്യമില്ല എന്നെ അയക്കുന്നത്. കാരണം ദൈവത്തിന്റെ സാന്നിധ്യമില്ലാതെ, നിയോഗമില്ലാതെ പോയിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മൾ ക്ഷീണിക്കുന്നേ. ഈ സംസാരിക്കുന്ന ഈ സമയം വരെയും പ്രത്യേകിച്ച് എനിക്ക് കർത്താവിന്റെ ദാശ്രമത്തിന് നന്ദിയുണ്ട്. ഞാൻ ആസാദി TV-യുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ് കേട്ടോ. അദ്ദേഹത്തെ സാക്ഷി ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കലും എന്നെ വിളിക്കുന്ന ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അങ്ങനെയാണ് കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വിളിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ആനുകാലിക സംഭവങ്ങളെ അടിസ്ഥാനമാക്കി ക്രൈസ്തവ വീക്ഷണം ശക്തിയോടെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ആസാദി TV നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും ഞങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ ഇത്രയും ബോൾഡായിട്ട് പറയാനായിട്ട് കാരണം ഞാൻ അവസരം എല്ലാം കാണാറുണ്ട്. സാക്ഷികൾ മാത്രമല്ല, നമ്മൾ സഭയായിട്ട് അഡ്രസ് ചെയ്യേണ്ട പല വിഷയങ്ങളെയും പറ്റിയും കർത്താവിന്റെ ദാസന് അഡ്രസ് ചെയ്യുവാനാണ് ദൈവം കൊടുത്തത്. കൃപയും ആന്റിയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവങ്ങളുടെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. അങ്ങനെ 1995 മിനിസ്റ്റർ രജിസ്റ്റർ ചെയ്തു. ഇപ്പൊ വീട്ടിലെ മീറ്റിങ്ങിലൊക്കെ ആള് ഉൾക്കൊള്ളാൻ വയ്യാതെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെടുത്തു. അങ്ങനെ ഒരു എന്താ പറയുന്നത്, ഒരു ആൾക്കാർ ഒരുപാട് ആത്മഹത്യ ചെയ്യാനായിട്ട് പോകുന്ന ആൾക്കാരെ, വലിയ പൈശാചിക ബന്ധത്തിലുള്ള ആൾക്കാര്, അതായത് 6-7 ഭാഷക്കാരാണ്. ഞാൻ മലയാളത്തിലാണ് മിക്കാറും പ്രസംഗിക്കുന്നത്. പക്ഷെ വിടുതൽ കണ്ടുകൊണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു സഹോദരി 10 വർഷങ്ങൾക്ക് വന്നു. അവരെ ഡൈവേഴ്സ് ചെയ്യാണ്. അവർക്ക് മക്കളില്ല. അവരുടെ ഒരു കഷ്ടം അനുസരിച്ച് വേറെ സഹോദരി കൂട്ടിക്കൊണ്ട് വന്നാണ്. അത് രാവിലത്തെ മീറ്റിംഗ് ഉച്ച കഴിഞ്ഞത്തെ ഫ്ലൈറ്റിൽ പോവാണ് അവർ. ഞങ്ങൾ സഭയായിട്ട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. 2 മാസം കഴിഞ്ഞ് അവരുടെ ഒരു കോള് വന്നു. അവരെ കൊണ്ടുവന്ന ആളിന് കൊന്നു. അവർ കൺസീവ് ചെയ്തിരിക്കുന്നു. അപ്പൊ അതൊക്കെ ഓർക്കുമ്പോൾ ദൈവത്തിന്റെ ജാതിയും മതമൊന്നും ഇല്ല. നൂതന ഹൃദയത്തെ ദൈവം സാന്ത്വനിപ്പിക്കുന്നു, ദൈവം വിടുതൽ അയക്കുന്നു എന്നൊക്കെയുള്ള ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെ ശുശ്രൂഷ മുന്നോട്ട് പോയി. അങ്ങനെ ഞങ്ങള് അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യത്തെ അടിസ്ഥാനമാക്കി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്റെ സാക്ഷികളാകും. ഇതാണ് ഞങ്ങളുടെ ആപ്തവാക്യം. ഫൈനൽ കമ്മീഷൻ, ഗ്രേറ്റ് കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 5 റെഫറൻസ് നമ്മൾ പുതിയ മറ്റേ കാണുന്നുണ്ട്. അത് പ്രവൃത്തികളുടെ പുസ്തകത്തിൽ കാണുന്ന റെഫറൻസ് അനുസരിച്ച് അതേ ഓർഡറിൽ ഞങ്ങൾ വേല ചെയ്യാനായിട്ട് തുടങ്ങി. ഞാൻ വീട്ടിൽ പോകുന്നതിന് മുമ്പ് തന്നെ കൊന്നി പഞ്ചായത്തിന്റെ വോട്ടേഴ്സ് ലിസ്റ്റ് എടുത്തു. 50,000 കുടുംബങ്ങൾ അന്നുണ്ടായിരുന്നു. ട്രിവാൻഡ്രത്തുനിന്ന് ഒരു ടീമിനെ കൊന്നി കൊണ്ടുവന്ന് 2 മാസം താമസിപ്പിച്ചിട്ട് രാവിലെ ട്രാക്റ്റുമായിട്ട് അവരവിടെ ഓരോരോ വീടുകൾ, സകല വീടുകളും കയറി. ആദ്യം ജെറുസലേമിലാണ് സുവിശേഷം തുടങ്ങി. ഇന്ന് പലരും ഭൂമിയുടെ അറ്റത്ത് ആദ്യം പോകാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. പക്ഷെ ബിബ്ലിക്കൽ ഓർഡർ നമ്മളെ അത്ഭുത വിശ്വസ്തനാണെങ്കിൽ ദൈവം തീർച്ചയായും നമ്മളെ അധികത്തിന് വിചാരകനാക്കും. എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് പറയാനായിട്ടുള്ളത്, വേദപുസ്തകത്തിന്റെ ഓർഡർ, ഇഫ് യു കം ബാക്ക് ടു ദ ബൈബിൾ, നമ്മളെപ്പോഴും 1-ാം നൂറ്റാണ്ടിലെ അനുഭവം പോലെ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പറയും. പക്ഷെ 1-ാം നൂറ്റാണ്ടിലെ ആ ചർച്ചിൽ വ്യാപരിച്ച ദൈവകൃപയും അവരുടെ ആ ഓർഡർ നമ്മൾ മനസ്സിലാക്കാമെങ്കിൽ, അതേ ഓർഡറിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ലാറ്റർ റെയിൻ അല്ലെങ്കിൽ പിന്മഴ അതിശക്തമായിരിക്കും. കാരണം ഞാൻ ആഫ്രിക്കയിലെ 2 മണിക്കൂർ തെരുവിൽ പ്രസംഗിച്ച് 11 പേരെ സ്ഥാനപ്പെടുത്തിയിട്ടാണ് വന്നത്. മഡഗാസ്കർ എന്ന സ്ഥലത്ത് വീട് ഞാൻ മഡഗാസ്കറിൽ പോവുകയാണ്. എല്ലാ ദിവസവും എനിക്കൊന്ന് 10-40 പേരെ സ്ഥാനപ്പെടുത്താൻ പറ്റും. അത്രമാത്രം രാജ്യം സുവിശേഷത്തിനോട് ദാഹിക്കുന്നു. ഐ വിൽ കം ടു ദാറ്റ് പോയിന്റ്. അങ്ങനെ എനിക്ക് ആ ഒരു കാര്യത്തില്
ഞാൻ പ്രാദേശികമായിട്ടുള്ള ഉണർവ് കണ്ടിട്ടുണ്ട്, ദേശീയമായിട്ടുള്ള ഉണർവ് കണ്ടിട്ടുണ്ട്, അന്തർദേശീയമായിട്ടുള്ള ഉണർവിനൊക്കെ സാക്ഷ്യം വഹിക്കുവാനായിട്ട് ദൈവം ചെയ്തു. അപ്പൊ ഞങ്ങൾ അന്ന് സുവിശേഷമൊക്കെ പറഞ്ഞപ്പോൾ എല്ലാ ദിവസവും വൈകിട്ട് അതാത് ഏരിയ ആയിട്ട് 10-16 വാർഡുണ്ട് ഈ കോന്നി പഞ്ചായത്ത്. നേരത്തെ നമ്മൾ സെറ്റ് ചെയ്തൊരു വീട്, അതിൽ മത്തമൊന്നുമില്ല. സുവിശേഷത്തിന് വേണ്ടി ആര് വാതിൽ തുറന്നാലും അക്രമസ്ഥനായാലും അവിടെ തുറക്കും. അവിടെ ഞങ്ങളുടെ ടീമെല്ലാം ഇങ്ങനെ പോയി സുവിശേഷമൊക്കെ പറയുമ്പോഴത്തേക്ക് കാര്യങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. റോഡ് തിങ്ങി നിറഞ്ഞ ആൾക്കാര് ചില ദിവസങ്ങളിൽ കടന്നു വന്ന് 10-20 വർഷം മിണ്ടാതിരുന്ന ആൾക്കാര്, അല്ലെങ്കിൽ സംസാരിക്കാതിരുന്ന ആൾക്കാർ വലിയ പശ്ചാത്താപത്തോട് കരയുകയും വലിയൊരു ഉണർവ്, ശരിക്കും ഉണർവതാണ്, റിപ്പൻഡൻസ്. അത് കണ്ട് അങ്ങനൊരു വലിയ എന്നും എൻ്റെ ആ ഓർമ്മകൾ എന്നിൽ സജീവമാണ്. അങ്ങനെ പ്രത്യേകിച്ച് കോന്നി ബാങ്കിലായതുകൊണ്ട് എനിക്ക് അതിൻ്റെതായിട്ടൊരു ലോക്കൽ ഇൻഫ്ലുവൻസും ഉണ്ടായിരുന്നു. എവിടെയും പോകാനായിട്ടും എവിടെയും പ്രാർത്ഥിക്കാനായിട്ടുള്ള അനുവാദം ആൾക്കാർ തന്നിരുന്നു. അങ്ങനെ ഞാൻ ഒട്ടും, എനിക്ക് കുവൈറ്റിൽ എൻ്റെ ബന്ധങ്ങൾ അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് എന്നോട് പറഞ്ഞ ദിവസം ഒന്ന് കാണാം. കാരണം നാട്ടിൽ നല്ല ജോലി ഉണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് ആരും അങ്ങനെ ഗൾഫിൽ പോത്തില്ല. ഇത് എനിക്കിവിടെ പിന്നെ വളരെ കർത്താവിന്റെ വേലയിലൊക്കെയും മുന്നിട്ട് നിൽക്കുകയോ എൻ്റെ ബാങ്കിന്റെ കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ ബാങ്കിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ കാഷ്യറായിട്ടാണ് ആദ്യം ജോലിക്ക് കയറുക. പക്ഷെ എൻ്റെ കൂടെയുള്ള സ്റ്റാഫും മാനേജരും എല്ലാം എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. അങ്ങനെ എല്ലാ ദിവസവും വൈകിട്ടേക്ക് കൺവെൻഷൻ പ്രസംഗിക്കണം. ഒന്നെങ്കിൽ ആലപ്പുഴ അല്ലെങ്കിൽ കോട്ടയം, തിരുവനന്തപുരം 2-3 മണിക്കൂർ എടുക്കും. ഇപ്പൊ ക്യാഷൊക്കെ ക്ലോസ് ചെയ്തിട്ടുള്ളൂ പോകാനായിട്ട്. അപ്പൊ അവരെല്ലാം കൂടെ സഹായിച്ച് അവർക്ക് ഒരു ടീം, ഞങ്ങളുടെ ടീം വർക്കായിരുന്നു. അവരാരും ക്രിസ്ത്യാനികളൊന്നും അല്ലായിരുന്നു. പക്ഷെ അവരുടെ കൂട്ടത്തിൽ ഒരാള് ഇങ്ങനെ പോകുന്നു, അവർക്കൊരു സന്തോഷമായിരുന്നു. ഇന്നും കർത്താവിന് വേണേ തന്നെ ചെയ്യാൻ പറ്റും. പക്ഷെ കർത്താവിന്റെ വേലയ്ക്ക് കർത്താവ് 12 ശിഷ്യന്മാരെ എടുത്തു. അത് നല്ല മാതൃകയാണ്. ഇന്നലെ ഞങ്ങൾ പൊന്നൂരിലൊരു കോൺഫറൻസ് ഈ തീം ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. കർത്താവിന് ഒരുപാട് ഈ അന്ത്യനാളുകളിൽ ഒരുപാട് പേര് ഒന്നിച്ചു നിന്ന്, പല കൃപാവരങ്ങളുള്ളവരെ, പല ശുശ്രൂഷ ചെയ്യുന്നവരെ ഒന്നിച്ചു നിന്ന് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാനായിട്ട് ഉള്ള ഒരു ആഹ്വാനവും ഒരു മിഷണറി ചലഞ്ചും ഞാൻ ഫിന്നി പാസ്റ്ററുടെ അനുവാദത്തോടുകൂടി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം സമയങ്ങൾ നമുക്ക് അധികമില്ല. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളൊക്കെയും കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത്. അങ്ങനെ ബാങ്കിലെ ജോലി കഴിഞ്ഞിട്ട് 5 മണിക്ക് വന്ന് ഞങ്ങൾക്ക് എൻ്റെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന എൻ്റെ ഒരു ആത്മീയ മാതാവും പിതാവുണ്ട്. അവരുടെ പേര് വിസ്മരിക്കുന്നത് തീർച്ചും അത് പിന്നെ തെറ്റാണ് ഞാൻ കരുതുന്നു. ഞങ്ങൾ ചെറിയാച്ചൻ എന്ന് പറയും, തങ്കമ്മാമി. ഞങ്ങൾ ഒരു പള്ളിക്കാരായിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവം ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപാവരം തന്നു. അപ്പൊ ഞങ്ങളുടെ വിശ്വാസത്തോടുള്ള വരവ് ഞങ്ങളുടെ ദേശത്തിന്റെ, ഞങ്ങളുടെ ചർച്ചിന്റെ ഒക്കെ ഉണർവിന്റെ ആരംഭമാണ്. എല്ലാം എനിക്ക് വിശദമായിട്ട് പറയാനായിട്ട് പറ്റത്തില്ല. ധാരാളം ആൾക്കാർ പിടിച്ചു. ഒരു 5-6 വർഷം ബാങ്കിലെ കഴിഞ്ഞാലുടനെ ഞങ്ങളുടെ വീട്ടിൽ വിടുതൽ പ്രാർത്ഥനയാണ്. ഒരു 40 കിലോമീറ്റർ ചുറ്റളവിൽ നിന്നുള്ള ഭ്രാന്തന്മാരെ പിടിച്ചു കൂട്ടിക്കൊണ്ടുവരുന്ന വലിയ പൈശാചിക ബന്ധനം ഇടിഞ്ഞിറങ്ങുന്ന ദൈവത്തിന്റെ കൃപയാണ്. അങ്ങനെ അതായത് അതൊരു ഉണർവ് ഞാൻ കണ്ടു. അങ്ങനെ ഉണർവായിട്ട് വളരെ കത്തി നിൽക്കുമ്പോഴാണ് കുവൈറ്റിൽ പോയത്. ഞാൻ 7 പ്രാവശ്യം കുവൈറ്റിൽ നാട്ടിൽ വന്ന് ജോയിൻ ചെയ്യാനായിട്ട് ടിക്കറ്റ് ബുക്ക്. കാരണം എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബയോഡേറ്റ ഒക്കെ കൊടുക്കുമ്പോൾ ആൾക്കാർ പറയും ഓവർ ക്വാളിഫൈഡ് ആയതുകൊണ്ട് എനിക്ക് ജോലി തരാൻ പറ്റത്തില്ല. എനിക്കാണ് ജോലി കിട്ടാതിരിക്കുന്ന ഒരു സന്തോഷമാണ്. അപ്പോഴത്തേക്ക് കുവൈറ്റിൽ മിനിസ്ട്രി ഒക്കെ എസ്റ്റാബ്ലിഷ് ആയി എല്ലാവരും പറഞ്ഞു പോകരുത്. അങ്ങനെ എനിക്ക് ജോലി ഇല്ലെന്നുള്ള പേരും അവിടെ ആർക്കും അറിയത്തില്ല. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരാൾക്ക് 3 ജോലി ചെയ്താൽ കിട്ടും. പിന്നീട് അവരുടെ പ്രശ്നം ഏത് ജോലി തിരഞ്ഞെടുക്കണം. അന്നേരം ജോലി ഇല്ലാത്ത ഒരാള് നമുക്കൊരു അഭിമാന പ്രശ്നമൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ബൈ ചാൻസിൽ ആരോ നമ്മൾ 7 മീറ്റിംഗ് നടത്തുന്നുണ്ടായിരുന്നു. ഭാഷ എന്ന് പറയുന്ന സ്ഥലത്ത്. പിന്നെ മീറ്റിങ്ങിലൊക്കെ വരുന്നത് ഹൈ പ്രൊഫൈൽ ആൾക്കാരാണ്. ബാങ്ക് മാനേജേഴ്സും ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും സാധാരണക്കാരും ലേബർ ക്യാമ്പ് ചെയ്ത എല്ലാവരും ഉണ്ട്, എല്ലാ ആൾക്കാരും ഉണ്ട്. ഒരാൾ അറിഞ്ഞ് എനിക്ക് ജോലി ചെയ്യുന്നു. വിളിച്ച് അദ്ദേഹത്തിന് വലിയ വിഷമായി. എന്താ എന്നാലും രാജപുരൻ എന്താ നീ കൊടുഞ്ചേരി ഞങ്ങളോട് ഒരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നു ചോദിച്ചു. അപ്പൊ എനിക്ക് എൻ്റെ വിസ തീരുവാണ്. 2 വർഷത്തെ എനിക്ക് വീട്ടിൽ വരാമെന്നുള്ള സന്തോഷിച്ചിരിക്കാൻ. പെട്ടെന്ന് പുള്ളി പറഞ്ഞു, പിറ്റേ ദിവസം അൽഹൈലി ബാങ്ക് ഒക്കെ പോയി TBK എന്ന് പറയും. അവിടെ പുള്ളി പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, ഒരു ഇന്റർവ്യൂ ഇല്ലാതെ എനിക്ക് ജോലിയാണ്. എന്റെ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ ബാങ്കിലെ ജോലി എനിക്ക് ഇഷ്ടമായിരുന്നു. കാരണം ഇവിടെ പിന്നെ ബാങ്കിലായിരുന്നുണ്ട്. പോകുന്ന അന്ന് ഒരിക്കലും കുവൈറ്റിൽ സാധാരണ കുവൈറ്റിലൊന്നും മഴ പെയ്യാറ്. ഒരു മഴ പെയ്ത് ഞാൻ തെന്നി വീണ് എന്റെ കൈ സ്പ്രെയിനായി. അപ്പം നമുക്കറിയാമല്ലോ, നമ്മൾ സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ 3 മാസത്തെ പ്രൊബേഷൻ വേണം. എന്റെ വിസ തീരാൻ 1.5 വർഷമേ ഉള്ളൂ. അപ്പം ബാങ്കിന്റെ നിയമങ്ങളൊക്കെ പിന്നെ അവര് ബൈപ്പാസ് ചെയ്താണ്. ഇൻഫ്ലുവൻസ് അത്രയും ആയതുകൊണ്ട് എനിക്ക് ജോലി തന്നത്. അങ്ങനെ ഞാൻ കൈ അതിവേദന സഹിച്ചുകൊണ്ട് അവിടെ ചെന്നു.
പിന്നെ പെറോളിലൊക്കെ പിന്നെ എൻ്റെ ആപ്ലിക്കേഷൻ എല്ലാം പൂരിപ്പിച്ചപ്പോഴത്തേക്ക് കൈക്കൊക്കെ നീരായി. ഇപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഞാനിങ്ങനെ വീണു എന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അലൈനി ബാങ്കിന് വലുതേതാണ്ട് വരായിരുന്നു നേരത്താണല്ലോ സാമുവലെ നിങ്ങളുടെ. പക്ഷേ ദൈവത്തിന്റെ ഒരു ഫേവർ അവിടെ മേലെ ദൈവം എനിക്ക് വേണ്ടി കൊടുത്തു. എന്നോട് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. ഞാൻ പിന്നെ സിക്ക് ലീവ് ഒക്കെ എടുത്തു. അങ്ങനെ 5 വർഷം ബാങ്കിൽ ജോലി ചെയ്തു. ഞാൻ ഈ വിശദമായിട്ട് പറയുന്നത് ജോലി നോക്കിയൊന്നുമല്ല, ദൈവത്തിന്റെ ഒരു വിളി ഉണ്ടെങ്കിൽ എത്ര നല്ല ജോലിയാണെങ്കിലും പോകും. എനിക്കും എൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം പിന്നെ കർത്താവിന്റെ വേലയാണ്. ഇപ്പൊ കുവൈറ്റില് ധാരാളം ആൾക്കാർ വരുന്നു. മോറീസർലോ എന്ന് പറഞ്ഞത് കർത്താവിന്റെ ദാസൻ നിങ്ങൾ കേട്ടുവാണെങ്കിൽ അദ്ദേഹം മിഡിൽ ഈസ്റ്റിൽ വരാനായിട്ട് താല്പര്യപ്പെട്ടപ്പോൾ വേറെ കമ്മീഷനിൽ കൂടെ ഞങ്ങളുടെ മുൻസിലേക്ക് അതിന്റെ പിന്നെ ഇത് വന്നു. അങ്ങനെ അദ്ദേഹത്തെ പ്രത്യേകിച്ച് ഒമാൻ, ദുബായ്, ബഹ്റൈൻ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിൽ കൊണ്ടുവരാനായിട്ട് ദൈവം കുവൈറ്റ് ഗവൺമെന്റ് US ഗവൺമെന്റുമായിട്ട് തമ്മിലുള്ള കണക്ഷൻസ് ഒക്കെ വേണം. കാരണം അദ്ദേഹം പ്രൈവറ്റ് ജെറ്റിലാണ്, ആരെയൊക്കെ സ്പോൺസർ ചെയ്യും. ആ സമയത്ത് ഞാൻ ഒരു കമ്പനിയൊക്കെ ഉണ്ട്, അത് ജോലിയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ അതും ഞങ്ങളുടെ മിഡിൽ ഈസ്റ്റിന് വേണ്ടി കൊണ്ടുവന്ന കാരണമായി. ശത്രാട്ട ദിവാസന്മാരുടെ പാദം സ്പർശിക്കുമ്പോൾ തീർച്ചയായിട്ടും ദേശം വിടുവിക്കപ്പെടും. അങ്ങനെ ഞങ്ങളങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ ഞങ്ങള് അപ്പോഴത്തേക്ക് ഇന്ത്യയിൽ വേല ചെയ്യാനായിട്ട് ആരംഭിച്ചു. അപ്പൊ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സഭയാണ്. ഞങ്ങളുടെ സഭയിലെ ട്രഡീഷണൽ പെന്തക്കോസ്തിൽപ്പെട്ട ഒരു വ്യക്തിയോട് പോലും എല്ലാ എപ്പിസ്കോപ്പൽ സഭകളിൽ നിന്നും ഇതര മതങ്ങളിൽ നിന്നും, ബുദ്ധമതം, ഇസ്ലാം, പിന്നെ ഹൈന്ദവ മതം, പിന്നെ ധാരാളം ആൾക്കാരാണ്. അപ്പൊ ആദ്യമായിട്ട് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ വൈദ്യമായി ഞാനൊരു ബൈബിൾ കോളേജിലും പഠിച്ചിട്ടില്ല കേട്ടോ. എന്റെ കാര്യം എനിക്ക് തുറന്നു പറയുന്നത് വളരെ ഇഷ്ടമാണ്. ഞങ്ങൾക്ക് 7 ബൈബിൾ കോളേജ് ഇന്ത്യയിലുണ്ട്. അങ്ങനെ ഞാൻ ഇവരെ പഠിക്കും. കാരണം ഞാൻ പ്രസംഗം ആവർത്തിച്ച പെട്ടെന്ന് എന്റെ ജനങ്ങൾ എന്നെ പിടിക്കും. അത്രയും ബലവക്കാരെ പോലെ അവർ വളരെ ശ്രദ്ധിച്ചിരിക്കും. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് ബൈബിൾ പഠിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ബൈബിള് പഠിച്ചിട്ടാണ് വചനത്തിന്റെ ഒരു സിലബിൾ പോലും മാറാൻ പറ്റത്തില്ല. വെറുതെ നമ്മൾ പറയുന്നത്. അങ്ങനെ ഈ യേശു മരിച്ച അന്ന് തന്നെ 24 പ്രവചനമാണ് നിറവേറി. ബൈബിൾ പ്രവചനങ്ങൾ, ബൈബിളും പിന്നെ സയൻസും പോയി ഞാൻ കാസറ്റ്, ഓഡിയോ കാസറ്റ് ഇറക്കി. അതിന് 30,000 ഓഡിയോ കാസറ്റ് അന്ന് മിഡിൽ ഈസ്റ്റ് മുഴുവൻ പോയി. ഒരുപാട് മുസ്ലിങ്ങൾ അത് വാങ്ങിച്ചു വെച്ചു. കാരണം അത് വളരെ ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ്. അങ്ങനെ ഈ വചനത്തിൽ എനിക്കൊരുറപ്പ്, കേട്ടവർക്ക് ഉറപ്പ് വന്നു കാണും തീർച്ചയായിട്ടും. അങ്ങനെയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ വേറൊരാൾ രക്ഷിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെടുന്ന അവസ്ഥ പൂർണ്ണമാകത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സുവിശേഷം പറഞ്ഞുകൊണ്ട് വീണ്ടും വേണ്ടി സുവിശേഷം പറഞ്ഞാൽ എന്റെ ഭാഷയിൽ ഇറ്റ് ഇസ് എ ക്രിമിനൽ വേസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളോട് അംഗീകരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം അത്രയും ആൾക്കാർ സുവിശേഷം കേൾക്കാനായിട്ടിരിക്കുക. ഇപ്പൊ ഈ ഇന്റർവ്യൂവിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം യേശുവിനെ അറിയാത്ത സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് ആരെങ്കിലും ഒക്കെ മുന്നോട്ട് വരണം എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ വേല അങ്ങനെ ഞങ്ങൾ പാടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ കൃപാവങ്ങളും ശക്തമായിട്ട് ജോലിക്കാണ്. ശക്തമായിട്ടുള്ള പ്രവചനം, ശക്തമായിട്ടുള്ള വെളിപ്പാട്, വിവേചനപരം, ദൈവിക രോഗശാന്തി ഒക്കെ ശക്തമായിട്ട് എല്ലാ അംഗങ്ങളിലും ജനിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേക സമയമാണ്. ഞങ്ങളൊരു ദർശനം കണ്ടു. കേരളത്തിലെ ഒരു പുല്ലുകൊണ്ട് മേഞ്ഞ ഒരു ഷെഡ്. ആ ഷെഡിനകത്ത് കുറച്ച് ട്രൈബൽസ് ദൈവത്തെ ആരാധിക്കുന്നു. അങ്ങനെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനോരമ വായിച്ചു കഴിഞ്ഞപ്പോൾ നേക്കാന്റെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. കേരളത്തിലൊരു രാജാവുണ്ട്, മന്നന്മാരുടെ രാജാവുണ്ടെന്നൊക്കെയും പറഞ്ഞു. അപ്പൊ ഞാൻ വസിക്കുന്ന കേരളത്തിൽ ഞാൻ അറിയാത്ത ഒരു രാജാവ്, അന്ന് നമുക്ക് അത്രയും ജോഗ്രാഫിക്കൽ നോളജ് ഇല്ല. പിറ്റേ ദിവസം ഞാൻ അവധിക്ക് വേണ്ടി ഞാൻ തപ്പി പിടിച്ച് കട്ടപ്പന എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ചെന്നു. എല്ലാ വിശദാംശവും എനിക്ക് വരാൻ പറ്റത്തില്ല. അന്ന് അവിടെ ഒരു പാലം വേണമായിരുന്നു. മഴക്കാലത്ത് ഒരു 100-400 കുടുംബങ്ങൾ ഐസൊലേറ്റ് ചെയ്തു മെയിൻലാൻഡിൽ. അപ്പൊ അത് എന്തോ റെഡ് കൊണ്ട് കേരള ഗവൺമെന്റ് ചെയ്യാൻ പറ്റിയില്ല. ആ തക്കത്ത് ഞാൻ ചെയ്തു തരാം. അന്നത്തെ കാലത്ത് 30,000 രൂപ. ഇപ്പൊ രാജാവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ ആ ഭാഗം അത്രയും പറഞ്ഞിട്ട് കൊടുക്കുക. വലിയ ഉണർവുണ്ടായിട്ട് മാത്രം ഇപ്പൊ ധരിക്കുക. പിന്നെ ഭാഷ സംസാരിക്കുന്നവരോട് ചർച്ചകൾ ഞങ്ങൾക്കുണ്ട്. സ്തോത്രം. അങ്ങനെ അങ്ങനെയാണ് ഞങ്ങളുടെ ആദ്യത്തെ ചർച്ച കേരളത്തിൽ. രണ്ടാമത്തെ ചർച്ച ഞങ്ങൾക്ക് ആലപ്പുഴയാണ്. അന്ന് തന്നെ ഞങ്ങൾക്ക് ബോട്ട് മേടിച്ചായിരുന്നു തീരദേശ വേലയ്ക്ക് വേണ്ടി. പാസ്റ്റർ പൊന്നൻ, അദ്ദേഹത്തൊന്നും മറക്കാൻ പറ്റത്തില്ല. അദ്ദേഹം മരിക്കുന്നതിന് വരെയും വളരെ വിശ്വസ്തനായിട്ട് നിന്നു. മകൻ പാസ്റ്റർ ജോൺസൺ ആണ്, ഞങ്ങളുടെ കേരളത്തിന്റെ തന്നെ കോർഡിനേറ്ററാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിനെ പറ്റി 2 വാക്ക് എനിക്ക് പറയണം. 33 വയസ്സേ ഉള്ളൂ. പുള്ളി ക്വാളിഫൈഡ് BSc നേഴ്സാണ്. എത്രയോ വട്ടം അമേരിക്കയിൽ നിന്നും ഗൾഫിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് ജോലി ഓഫർ ചെയ്തു. പക്ഷെ ദൈവത്തിന്റെ ഒരു വിളി അനുസരിച്ച് പുള്ളി പറഞ്ഞു, അച്ചായനോട് ജോലിയുടെ കാര്യം ഞാൻ തന്നെ പറഞ്ഞു പുള്ളിയുടെ ജോലിക്ക് പോയി വേല ചെയ്യാനാണ്. ഇന്ന് ദൈവം ശക്തമായിട്ട് 10-40 ദിവസമൊക്കെ അദ്ദേഹം ഉപസിക്കാം. ഞാൻ പറഞ്ഞു വന്നത്
നമ്മൾ പഠിപ്പിച്ച പിള്ളേര്, അല്ലെങ്കിൽ നമുക്ക് തിമോത്തിയോസ് ഇല്ലെങ്കിൽ നമ്മുടെ ഒരു പൗലോസ് ഇല്ല, ജോഷുവ അല്ലെങ്കിൽ ഒരു മോസസ് ഇല്ല. ഏത് മിനിസ്റ്ററുടെയും കണ്ടിന്യൂറ്റിയാണ് വിഷയം. ഞങ്ങൾക്ക് പ്രായമായി, ഫിലിസാറൊന്നും അത്രയും പ്രായമായില്ലല്ലോ, ധാരാളം പേരെ വളർത്തിയെടുക്കാനായിട്ട് ദൈവം ഈ ശുശ്രൂഷകളെ ഈ ചാനലിൽ കൂടെ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾക്ക് ധാരാളം ചർച്ചകൾ കേരളത്തിലാണ്. പക്ഷെ കേരളത്തിൽ എനിക്ക് ചർച്ചിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. കാരണം കേരളത്തിൽ ധാരാളം പേര് ചർച്ച ചെയ്യാനായിട്ടുണ്ട്. എന്നാൽ ജോഗ്രാഫിക്കലി ചലഞ്ചറായിട്ടുള്ള ഏരിയകൾ, പ്രത്യേകിച്ച് പർവ്വത പ്രദേശങ്ങൾ, ഹിമാലയൻ മൗണ്ടൻസ്, ദ്വീപ സമൂഹങ്ങള്, കൊടുങ്കാടുകൾ, ഇവിടെയൊക്കെയാണ് ഞങ്ങളുടെ ചർച്ചകൾ. ചർച്ചിന് എണ്ണവും ഞാൻ പറയുന്നില്ല. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളും ഞങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഓരോരോ സ്റ്റേറ്റുകളും ഞങ്ങൾ വേറെ ആരംഭിക്കുന്നത്, എനിക്കൊരു ഐറ്റിനറി പ്ലാൻ ഉണ്ട്. ഞാൻ 86 മിഷണറി യാത്ര ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നേരത്തെ പ്ലാനിങ് വേണം, ഏതൊക്കെ സംസ്ഥാനത്താണ് പോകുന്നത്, മീറ്റിംഗ്. പക്ഷെ പലപ്പോഴും അപ്പോസ്തല പ്രവൃത്തി 16 വായിക്കുന്നുണ്ട്, മാസിഡോണിയൻ കോൾ. ആസിയയിൽ വചനം പ്രസംഗിക്കുന്ന പരിശുദ്ധാത്മാവ് വിലകി, ഇങ്ങനെയാണ് അധ്യായം തുടങ്ങുന്നത്. പിന്നീട് വായിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് വരെ തടുത്ത്. അതിന്റെ കാരണം യൂറോപ്പിലേക്ക് സുവിശേഷം എത്തണം. ഓൾറെഡി ബാക്കിയുള്ള ശിശുമാരൊക്കെ ഏഷ്യ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ദൂതകൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷെ ഫിലിപ്പായി സുവിശേഷം എത്തണം. അതുകൊണ്ട് പൗലോസ് പോയാലേ പറ്റത്തുള്ളൂ. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവിചാരിതമായിട്ട് വരുന്ന പല സന്ദർഭങ്ങളും വിഷയങ്ങളും ഒക്കെയും ദൈവത്തിന്റെ ഒരു നടത്തിപ്പാണെന്ന് മനസ്സിലാക്കി ദൈവശബ്ദത്തോട് പ്രതികരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം ആഗ്രഹിക്കുന്ന രീതി, ദൈവം അയക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവത്തിന്റെ വേല സന്തോഷത്തോടെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് എൻ്റെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ട് നോർത്ത് ഇന്ത്യ വേല ആരംഭിച്ച ഹിമാചൽ പ്രദേശിലാണ്. അപ്പൊ ഞാൻ അന്നൊക്കെ കുവൈറ്റിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. 2-3 ദിവസമൊക്കെ അവധി കിട്ടുമ്പോൾ പെട്ടെന്ന് അവിടെ പോയി ഓരോരോ സ്ഥലത്ത് പോയി ഞങ്ങൾ ക്രൂസൈഡ് നടത്തും. അപ്പൊ സുശീൽ ഒന്നും എത്താത്ത സ്ഥലത്താണ്. അവിടെ വലിയ ഹീലിംഗ് നടക്കാൻ, വലിയ ഹീലിംഗ്. അന്ധര് കാണുന്നു, ചെടി കേൾക്കുന്നു, മുടങ്ങ് നടക്കുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ചർച്ച പ്ലാൻ 24 hours എത്രയോ സഭകൾ ഇന്നും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കാൻ. ഞങ്ങളുടെ ഒരു മിഷണറി 10 ഗ്രാമങ്ങളിലൊക്കെ ഒരു വർഷം അവർ പോയിരുന്നു. ദൈവം, ഞാൻ ഈ ദിവസങ്ങളൊക്കെ ഞാൻ പോകുമ്പോൾ, കാരണം നമുക്ക് പ്രായമായതുകൊണ്ട് വിഷൻ ഇമ്പാർട്ട് ചെയ്യാണ്, അതുപോലെ കൃപാവരങ്ങൾ ഇമ്പാർട്ട് ചെയ്യാം. അതാണ് വിഷൻ. കാരണം നമ്മളില്ലെങ്കിലും ഈ വേല നടക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹം നമുക്കുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ ഹരിയാനയിലാണ് ഞങ്ങളുടെ റിജോർട്ട് സെന്റർ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നിട്ട് എന്റെ കോർഡിനേറ്റർ, നോർത്ത് ഇന്ത്യയുടെ കോർഡിനേറ്റർ പറഞ്ഞു, ബസ് പഞ്ചാബിലൊന്ന് പോകണം. അപ്പൊ ഞങ്ങൾ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഹിമാചലിലാണ്. അവിടെ ഒരു സഹോദരി, അവരുടെ പേര് സലോമി എന്നാണ്. അവര് 7 ദിവസം ഉപവാസം ഇരിക്കാം. 7ാം ദിവസം തീരെയാണ്. അവിടെ ഏതെങ്കിലും ദൈവവാസൻ വന്ന് അവർക്ക് ദൈവത്തിന്റെ വേല ചെയ്യണമെന്ന് വലിയൊരാഗ്രഹം. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, പ്രിൻസിന്റെ പേര് പെട്ടെന്ന് വണ്ടി, ഞങ്ങൾക്ക് വണ്ടിയൊക്കെ ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരു വളരെ പഴയ വണ്ടിയാണ്, ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഡൗൺ ആകും. എന്നാലും ഞങ്ങളിങ്ങനെ അവിടെ നിന്ന് പഞ്ചാബിന് വിട്ടു. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സഹോദരി ഉപവാസം തരുന്ന അന്നാണ്. നമുക്ക് സമയമില്ല ഒരു സ്ഥലത്ത് തന്നെ. ഇവിടെ തലയിലോട്ട് കൈവച്ച് പ്രാർത്ഥിച്ച് ഇവരെ പഞ്ചാബിന്റെ ലേഡി മിഷണറി ആയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാക്കി. അന്നിന് ഒരു സൈക്കിൾ മേടിച്ചു. അപ്പൊ സൈക്കിൾ മേടിച്ചപ്പോൾ അവരുടെ ഒരു ആഗ്രഹം, ഈ സൈക്കിൾ കൊണ്ട് ഞാൻ ഇന്ത്യ മുഴുവൻ പോകും. എനിക്ക് ശരി വന്നു, കാരണം സൈക്കിൾ കൊണ്ട് ഇന്ത്യ മുഴുവൻ പോകാൻ പറ്റുന്നത്. പക്ഷെ അവിടെ സീല്, ഞാൻ ചുരുക്കി പറയട്ടെ, ദൈവം അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് അവിടെ ലേഡീസ് ബൈബിൾ കോളേജ് പഞ്ചാബികളുടെ നാമവും ഒരു ഹോഷിയാർപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളുടെ ഒരു മിഷണറി വാഴ്ചകൾ മരിച്ച ഒരാൾ 15 വർഷങ്ങൾക്ക് മുമ്പാണ് ഉയർത്തുന്നേറ്റ്. അപ്പൊ ഇന്നും ദൈവത്തിന്റെ പ്രകാരം ഞാൻ പ്രാർത്ഥിച്ചിട്ടല്ല, വ്യക്തമാണ് പറയുന്നത്, ആ സഹോദരി പ്രാർത്ഥിച്ചിട്ട് ഇന്നും അത്ഭുതങ്ങൾ നടക്കുന്നു. ഞാൻ സീമേന്നാണ് ഓരോ പേര്. എനിക്ക് 4-5 വർഷം കഴിയുമ്പോൾ ഈ ഫീൽഡൊക്കെ സന്ദർശിക്കാൻ പറ്റത്തുള്ളൂ. ഒരു പറഞ്ഞൊരു കാര്യമുണ്ട്. അവരുടെ ജന്മസ്ഥലത്ത് അവർ ഒരു ഞായറാഴ്ച ചെന്നപ്പോൾ ഗ്രാമത്തിലെ ഇവരുടെ ചർച്ച, നമ്മുടെ ചർച്ച മാത്രമേ, കുറച്ച് പേര് മാത്രമേ വിശ്വാസം നിൽക്കുള്ളൂ. ഒരു പയ്യൻ മരിച്ചു. അവർക്കൊന്നും അറിയത്തില്ല, യേശുവിനെ പറ്റിയൊന്നും അറിയത്തില്ല. സീമയെ പ്രാർത്ഥിക്കുന്നത് അറിയാം. പെട്ടെന്ന് സീമ കണ്ണു വന്ന് നോക്കിയപ്പോൾ ചെറുക്കന്റെ ബോഡി പള്ളിയിൽ ഷെഡാണ്, താച്ച ഷെഡാണ് ഇരിക്കുക. ഞാനാണെങ്കിൽ എന്തോന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് ഇപ്പോഴും ഉള്ള പറയാൻ എനിക്ക് വിശ്വാസം വരുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അവർക്ക് വേറെ ഒരു മാർഗമില്ലായിരുന്നു. കരഞ്ഞു പ്രാർത്ഥിച്ച് അരമണിക്ക് കഴിഞ്ഞപ്പോൾ ഈ കൊച്ചി ജീവിച്ചു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിന്നപ്പോൾ ഇപ്പൊ അവനിപ്പോ ദുബായിൽ കുടുംബാട് ജോലി ചെയ്യാന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്ന് വിശ്വസിക്കും, മർക്കോസ് 16 വായിക്കുന്നുണ്ട്, വിശ്വസിക്കുന്ന ഒരാൾ ഈ അടയാളങ്ങൾ നടക്കും. 5 supernatural signs will be followed. എന്താണ്? ഒന്നാമതായിട്ട് അവരെ യേശുവിന്റെ നാമത്തിൽ പൂജകളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും. അതിനറിയാതെ ഞാൻ വിശദീകരിക്കുന്നില്ല. ഇതെല്ലാം ഇന്നും നടക്കുന്നു. പക്ഷെ അങ്ങനെ നടക്കണേ നമ്മുടെ കംഫോർട്ട് സോൺ നമ്മൾ ഭേദിക്കണം.
നമ്മൾ AC റൂമിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് എല്ലാ ചർച്ച ലീഡേഴ്സും എനിക്ക് പറയാനായിട്ടുള്ളത്, ഈ നമുക്കൊരു മിഷൻ വേണം. പഴയ വിദ്യ വായിക്കുന്നുണ്ട്, ദർശനമില്ലാത്തടത്ത് ജനം എന്ത് ചെയ്യുന്നു? നശിക്കും. യേശു ഇത് പറഞ്ഞിട്ട് വേറൊന്നും പറഞ്ഞില്ല. ഇഫ് ദർ ഈസ് നോ ഗോ ഇൻ ഗോസ്പെൽ, വാട്ട് ഇസ് ദ യൂസ് ഓഫ് ഗോസ്പെൽ? ഗോ പ്ലസ് സ്പെല്ലാണല്ലോ ഗോസ്പെൽ. ഇന്ന് ആ ഗോയിങ് നടക്കണം. നമ്മൾ വരുന്നു, വെള്ളിയാഴ്ച ഞായറാഴ്ച സന്തോഷിക്കുന്നു, അതൊക്കെ നല്ലത് തന്നെ. പക്ഷെ കർത്താവിന്റെ ഹൃദയം മിഷണറി ഹാർട്ട്, വേദോസ്തം ഒരു മിഷണറി ബുക്കാണ്. ഏറ്റവും വലിയ മിഷണറി കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ മിഷണറി ദാറ്റ് ബിലോങ്സ് ടു ഗോഡ്. സ്വന്തം മകനെ മിഷണറി ആയിട്ട് ഈ ലോകത്തിൽ ഇന്ന് ഞാനും നിങ്ങളും ഇത് മിഷൻ കേൾക്കുന്നത്, ഇങ്ങനെ യേശുവിനെ പറ്റി പറയുന്ന ഒരു മിഷണറി 2000 വർഷങ്ങൾക്ക് മുമ്പ് വന്ന് തന്നെ സ്വന്തം ജീവനെ കൊടുത്തുകൊണ്ടാണ്. ആ ജോലി ഇന്ന് ഞാനും നിങ്ങളുമാണ് ചെയ്യുന്നത്. ഇഫ് നോട്ട് നൗ വെൻ, ഇഫ് നോട്ട് യു ഹൂ എൽസ്? ഈ ചിന്ത എപ്പോഴും എന്നെ ഭരിക്കും. പിന്നെ മിഷണറി യാത്രയിലെ ചില അനുഭവങ്ങളെ പറ്റി പറയട്ടെ. അങ്ങനെ പഞ്ചാബിലാണ് ഞങ്ങളുടെ വേല തുടങ്ങി. ഞങ്ങൾക്ക് പറോളം ചേർത്ത് വരുന്ന പഞ്ചാബിലുണ്ട്. അതില് പഞ്ചാബിലാണ് ഞങ്ങളുടെ ആദ്യത്തെ ക്രൂസൈഡ് തുടങ്ങി. അത് പിന്നെ ഒരാള് വേറെ സ്ഥലത്തു നിന്ന് അദ്ദേഹം വന്നു. അദ്ദേഹമാണ് പ്രസംഗിക്കേണ്ടത്. എനിക്ക് അന്നും ഇന്നും ഈ പ്രസംഗിക്കുന്നതിന്റെ, എനിക്ക് പ്രസംഗം കേൾക്കുന്നതാണ് ഇഷ്ടം. അവർ സഭാകമ്പമൊക്കെ അന്നുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പ്രസംഗിക്കാം. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പോകാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് ജീവിത പെശക ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടു. ജീവിത പെശക ഉള്ള ഒരാളെ കൊണ്ട് പ്രസംഗിപ്പിക്കുന്ന അത്ര നല്ലതല്ലല്ലോ. 2 കാര്യമാണ് നമുക്ക് വേണ്ടത്. ഒന്ന്, ഉപദേശ പെശകം വരാൻ പാടില്ല, ജീവിത പെശകം വരാൻ പാടില്ല. അദ്ദേഹത്തിന്റെ പകരക്കാരനായിട്ട് ഞാൻ എന്ന് കടന്നു. ഞങ്ങളുടെ ക്രൂസൈഡിന്റെ തുടക്കം ഞാൻ പറയാൻ പോകും. എനിക്ക് വലിയ ടെൻഷനാണ്. അവിടെ ചെന്നു. ഇപ്പോഴത്തെ ഞാൻ NRA. അവിടെ ചെന്നപ്പോഴത്തേക്ക് ആ ഡിസ്ട്രിക്റ്റിലെ പോലീസ് സാങ്ഷൻ നിരോധിച്ചു. മൈക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പഞ്ചാബികളൊക്കെ വളരെ തീവ്ര ചിന്താധികാരം. അവർ പറഞ്ഞു പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് എന്റെ പേടി കൂടി. കാരണം എനിക്ക് മനസ്സിലായി എന്റെ സംഘാടകൻ ഞാനല്ല, തിരിച്ചു പോകാൻ പറ്റത്തില്ല. കരഞ്ഞു പ്രാർത്ഥിച്ചു. എന്റെ ജനങ്ങളെല്ലാം പ്രാർത്ഥിച്ചു. മീറ്റിംഗ് തുടങ്ങുന്നതിന് 10-15 മിനിറ്റ് മുമ്പ് ഒരു സാങ്ഷൻ തന്നു. ഞാനിങ്ങനെ അസ്വസ്ഥനായിട്ട് ഗ്രൗണ്ടിൽ കിടന്ന് നടക്കാൻ പെട്ടെന്ന് പൈശാചിക ബാധിച്ച ഒരു വ്യക്തി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ബൈബിളിനകത്ത് വായിക്കുന്നത്, നിങ്ങൾ ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ടല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞ് നമുക്ക് വിശ്വാസമായി. അതൊരു മൂവ്മെന്റ് ആയിട്ട് മാറി. അങ്ങനെയാണ് ഞങ്ങൾ ധാരാളം ക്രൂസുകൾ ചെയ്യാനായിട്ട് തുടങ്ങി. 1-2 ക്രൂസിനെ പറ്റി പറയട്ടെ. ഗോരഖ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്കറിയാമല്ലോ, CNA ചർച്ചാണ്, ചർച്ച നോർത്ത് ഇന്ത്യ. ഞങ്ങൾ സഭയ്ക്കൊക്കെ അതീതമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. TPM തൊട്ട് കത്തോലിക്ക സഭകളിൽ വരെ ഞാൻ സുവിശേഷം പ്രസംഗിക്കാറുണ്ട്. എവിടെ അവസരം കിട്ടിയാലും. മറ്റുള്ള ഇതര മതങ്ങളുടെ ആസ്ഥാനത്ത് ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. അതെനിക്ക് പറയാനാണ് പറ്റത്തില്ല. സുവിശേഷം, നല്ല വിശേഷം എല്ലാവർക്കും ഉള്ളതാണ്. നമ്മൾ മറ്റുള്ള അവരുടെ വികാരങ്ങളൊന്നും വെള്ളപ്പെടുത്താതെ നല്ലപോലെ പറഞ്ഞ എല്ലാവരും കേൾക്കുന്നതിന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള എൻ്റെ 10-40 വർഷത്തെ നോർത്ത് ഇന്ത്യൻ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്. ദിവസങ്ങളിൽ വളരെ വെല്ലുവിളികളുണ്ട്. ഞങ്ങളും വലിയ വെല്ലുവിളികൾ കടന്നുപോയാണ്. എങ്കിൽ തന്നെ ശക്തിയേറി പവർ വിറ്റ്നസിംഗ് ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ സൂക്ഷിക്കും. ഞാൻ പറയട്ടെ, ഗോരഖ്പൂർ കുറിച്ച് വിട്ടുപോകും. അങ്ങനെ അതിനൊരു കാരണമുണ്ട്. ഞാൻ UP ഇതൊക്കെ കോവിഡിന് മുമ്പാണ്. അവിടെ ചെന്നപ്പോൾ ക്രൈസ്തവർ ഞാൻ ബ്രിട്ടീഷുകാരെ വന്നത് ചർച്ചയാണ്. അവരോട് പറഞ്ഞു, അവരുടെ ബിഷപ്പ് അല്ലാതെ ലോകത്തിൽ ആരോടും പ്രസംഗിക്കാൻ സമ്മതിക്കത്തില്ല. കാരണം ഹൈ പ്രൊഫൈൽ ഇന്ത്യയിലെ IAS-കാരുടെയൊക്കെ കേന്ദ്രമാണ് അവിടെ. അപ്പൊ എനിക്ക് 3 മിനിറ്റാണ്. 3 മിനിറ്റ് കൊണ്ട് ബന്ധുക്കോസ് പ്രസംഗിക്കാൻ പറ്റുമോ? നമ്മുടെ ഏറ്റവും പ്രശ്നം മൈക്ക് കിട്ടിയാൽ മൈക്ക് പിന്നെ വെക്കാൻ പറ്റത്തില്ല. അത് വെല്ലുവിളിയായിരുന്നു. ഞാൻ 2.5 മിനിറ്റ് കൊണ്ട് പ്രസംഗിച്ചിരുന്നു. എന്തോ പ്രസംഗിച്ച് എനിക്ക് അറിയത്തില്ല. മറ്റേ പ്രസംഗം കഴിഞ്ഞ ആൾക്കാരെല്ലാം വന്നു, ഞങ്ങൾക്ക് ഇനി വീണ്ടും കേൾക്കണം. ഉണർവ് ആരംഭിക്കുക. എന്റെ വിഷയം എല്ലാം റിവൈവലാണ്. ഒരു 1-2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് കോള് വന്നു. ഞങ്ങൾ മീറ്റിംഗ് അറേഞ്ച് ചെയ്യാണ്. ഞങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾ പൈസ മുടക്കാതെ വേറെ മിനിസ്ട്രി പൈസ മുടക്കി നടക്കുന്ന ക്രൂസൈഡ് ക്രൂസൈഡ്. ബാക്കിയൊക്കെ ഞങ്ങൾ തന്നെയാണ് പൈസ മുടക്കുന്നത്. കാരണം പാവങ്ങളായാണ്. എന്നിട്ട് ദൈവമേ, എനിക്ക് ഇപ്പോഴും അത് എൻ്റെ ഓർമ്മകൾ സജീവമാണ്. രോഗികളെ കൊണ്ടങ്ങ് ഗ്രൗണ്ടിലും കിട്ടിരിക്കാം. ഞാൻ ശരിക്കും ഉണർവ് കണ്ടിട്ടുണ്ട്. ആ ഉണർവ് വീണ്ടും ഇന്ത്യയിൽ ആരംഭിക്കണം. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു വന്നത്, നമുക്ക് ഈ സഭാവിദ്യാർത്ഥികളൊക്കെ മറന്നുകൊണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, അപ്പൊ ഈ ഉണർവ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ ബിഷപ്പോ, നിങ്ങൾക്കറിയാവുന്ന സാധാരണ ബിഷപ്പ്മാർക്ക് അവർക്ക് അത്ര താല്പര്യം കുറവാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് ബിഷപ്പിന്റെ പേരല്ല. സൈന്യ ബിഷപ്പ്മാരൊക്കെ വിവാഹിതരാണ്. ബിഷപ്പിന്റെയും മകന്റെയും ഭാര്യയുടെയും അവരെല്ലാം ഗ്രൗണ്ടിൽ കൂടെ കരഞ്ഞ് വിളിച്ച ആൾക്കാരുടെ പേരില്ല. കാരണം 10,000 രൂപയ്ക്ക് ഞങ്ങൾക്ക് തലേ കൈവെക്കാൻ പറ്റത്തില്ല. അന്ന് ഞാനും എൻ്റെ ബ്രദർ അച്ഛനും ഉണ്ടായിരുന്നു, TRS അച്ഛൻ. അപ്പൊ ഞങ്ങള് പ്രാർത്ഥന ക്ഷീണിച്ച് ഒരിടത്ത് ഇരിക്കുമ്പോൾ ഞങ്ങളുടെ കൈയെടുത്ത് ഈ ആൾക്കാരിനെ എടുത്ത് അവരുടെ തലയിൽ വെക്കും. അവരൊക്കെ സൗഖ്യം പ്രാപിക്കാം. നമുക്ക്
അന്ന് രാത്രിയില് ഞങ്ങൾക്ക് ഡൽഹിക്ക് പോകണം, ട്രെയിൻ പിന്നെ 9 മണിക്കാണ്. 8:45 വരെ ഞങ്ങൾ ഗ്രൗണ്ടിലാണ്. പക്ഷെ അടുത്ത റെയിൽവേ സ്റ്റേഷൻ വിടത്തിലാൾക്കാർ. ഇതുകൊണ്ട് വിടുതൽ ഞാൻ കണ്ടിട്ടില്ല. സ്തോത്രം. പക്ഷെ വിപരീതത്തിന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ തന്നു. അത് എല്ലാ സർക്കാരും കത്തോലിക്കരോട്ട് എല്ലാവരും അസിന്റെ ഗ്രൗണ്ടിൽ കൂടി. ഞാൻ കേട്ടു 4.5 ലക്ഷം രൂപ അവർക്ക് അന്ന് ചെലവായ. പക്ഷെ ഇനിയും എനിക്ക് യൂത്തിൽ പോകണമെന്നുണ്ട്, ആ ഓർമ്മകളുണ്ട്. പക്ഷെ എല്ലാ പൊളിറ്റിക്കൽ സിറ്റുവേഷനും ഒക്കെ ദൈവം മാറ്റട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ബംഗാള് ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ ക്രൂസൈഡൊക്കെ നടത്തി. വെസ്റ്റ് ബംഗാളിലെ ഒരു ക്രൂസൈഡ് ഞാൻ ഓർക്കുകയാണ്. ഞാൻ ക്രൂസൈഡ് അന്നും ഞാനും വേറെ അച്ഛനും ഉണ്ടായിരുന്നു. ഞങ്ങൾ മിശ്രയുടെ വീട്ടിൽ പിന്നെ വിശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ ഭിക്ഷയ്ക്ക് വേണ്ടി വന്നു. അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വിശ്വാസം എന്ന് പറയുന്നൊരു വരം. ആ വരം ഉണ്ടെങ്കിൽ ഗിഫ്റ്റ് ഓഫ് ഹീലിംഗ്, ഗിഫ്റ്റ് ഓഫ് വർക്കിംഗ്, മിറക്കിൾ ഓപ്പറേറ്റ് ചെയ്യും. പലപ്പോഴും നമുക്ക് ആ വരം ഉണ്ടെങ്കിൽ വിശ്വാസം വേണം. അപ്പം ഞാൻ മിസ്റ്ററുടെ ഭാര്യയോട് പൈസ ചിലർ കൊടുക്കാൻ പറഞ്ഞവർ കൊടുത്തു. ഇവരോട് ഞാൻ മിസ്റ്റർ ചോദിച്ചപ്പോൾ ഇവൻ മിണ്ടത്തില്ല, ഡെഫ് ആൻഡ് മ്യൂട്ടാണ്. അപ്പം ഒരു ചെറിയ ചിന്ത എനിക്ക് വന്നു, അഥവാ ഇവൻ സൗഖ്യമായാലും കുഴപ്പമില്ല, ആരും കാണുന്നില്ലല്ലോ. അപ്പൊ ഞാന് ഇവരോട് പറഞ്ഞ എന്റെ സൈൻ ലാംഗ്വേജ് കാണിച്ച് ഉപ്രവാലോട് പ്രാർത്ഥിക്കാൻ പോവാണ്. അവൻ തലയൊക്കെ കുലയ്ക്ക് പ്രാർത്ഥിക്കാൻ പോവാന്ന് പറഞ്ഞു. ഇന്നും ചെവി കേൾക്കാനും കണ്ണു തുറക്കാനും ദൈവം ഉപയോഗിക്കുന്നുണ്ട്. കൊടകാസ്കിനും വലിയൊരു അത്ഭുതം നടന്നു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. ഇതൊക്കെ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് നിങ്ങളെ ബലപ്പെടുത്താനാണ് ഞാൻ പറയാം. കേരളത്തിൽ നടക്കാൻ പാടാകട്ടോ, നിങ്ങൾ നോർത്ത് ഇന്ത്യ പോയാലും ഇതൊക്കെ നടക്കാം. അങ്ങനെ കേരളത്തിൽ നടക്കും. വിശ്വാസത്തിന്റെ അലവര് വന്നു കഴിഞ്ഞാൽ അങ്ങനെ പാച്ചപ്പോ പുള്ളി പറഞ്ഞ് അതിന്റെ ഫാൻ കറങ്ങുന്നതാണ്, ഫാനിന്റെ മുഴക്കമൊക്കെ കേൾക്കുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ വരുന്ന വിശ്വാസം ഭയങ്കര വിശ്വാസം. അപ്പോഴത്തേക്ക് ഇവ മിണ്ടാൻ തുടങ്ങി. ഇവൻ നമ്മളെക്കാട്ട് ഭംഗിയായിട്ട് സംസാരിച്ചു. അപ്പൊ ഇവൻ പറഞ്ഞു നേപ്പാളി പയ്യനാണ്, ഓർഫനാണ്, കടത്തമ്മയിലൊക്കെയാണ് കിടക്കുന്നത്. അപ്പം ഇവരും സൗഖ്യം. അപ്പം നമുക്കറിയാമല്ലോ, അന്ന് വൈകിട്ട് വലിയ 10,000-4,000 പേരുടെ മീറ്റിംഗ് നടക്കാം. ഈ വാർത്ത ഞങ്ങളുടെ മിഷണറിമാരുടെ എങ്ങനെയോ ലീക്കായി. നമ്മൾ പറഞ്ഞിട്ടല്ല, കാട്ടുകീർ പോലെ പറഞ്ഞു. ഒരു മിഷണറി 19 കിലോമീറ്റർ അകലെ ഒരു വണ്ടി പിടിച്ച് 10-40 അന്ധന്മാരെയും ചെവി കേൾക്കാത്തവരെല്ലാം കൂടെ പ്രത്യേകമായിട്ട് കൊണ്ടുവന്നു. എനിക്ക് ടെൻഷൻ കൂടി. സ്തോത്രം. സുവിശേഷം ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം പ്രാർത്ഥനയുടെ ഞങ്ങൾ സുവിശേഷം ലളിതമായിട്ട് പറഞ്ഞു. പ്രാർത്ഥനയ്ക്കായിട്ട് വന്നു. ഒരു സ്ത്രീ ആദ്യമായിട്ട് വന്നു. അപ്പൊ അവരെ കണ്ടപ്പോൾ അവർ മനസ്സിലായി ഇവര് ട്രൈബലല്ല. അപ്പം ഇവര് വേറൊരു കാസ്റ്റിൽ നിന്ന് വരുന്നവരാണ്. ഇവരെ കണ്ണിന് വേണ്ടി ഞാൻ വലിയ വിശ്വാസത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പ്രാർത്ഥിച്ച ഉടനെ സ്പോട്ടായിട്ട് നമ്മളിവരോട് ചോദിക്കും, ഇത്രയും ജനങ്ങൾ കാണുകയില്ല, ഇവര് വല്ല ഒന്നും കാണുന്നില്ലെന്ന് പറഞ്ഞു. ആ സമയത്ത് വിശ്വാസം നമ്മളെ ചോർന്നു പോകത്തില്ല. 14,000 പേര് ഇരിക്കാൻ. ഇവർക്ക് വേണ്ടി തന്നെ പാച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. നമ്മളോട് മാറിക്കാൻ മതി. ബാക്കിയെല്ലാം പാച്ചു, ബാക്കിയെല്ലാവരുടെയും ദൈവം അത്ഭുതമൊക്കെ ചെയ്തു. ഒടുവിൽ ഒരു സ്ത്രീ പറഞ്ഞു, എനിക്കൊരു സാക്ഷ്യം വേണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിവരെ പറ്റി പ്രാർത്ഥന മാറുന്നു. ഉടനെ ഇവര് പറയാം, എനിക്കിപ്പോ നല്ലപോലെ കാണുന്നു. പൈസലോ നമ്മുടെ സ്ഥലത്ത് നിന്ന് ഒരു ചർച്ചയൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് പറയാനായിട്ടുള്ളത്, ദൈവം നമ്മൾ സംസാരിക്കുന്ന വചനങ്ങളെ ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഉറപ്പിക്കാറുണ്ട്. കർത്താവിന് വലിയ ഇൻട്രസ്റ്റാണ്. ഈസ് ഇൻട്രസ്റ്റ് ഇൻ ഡൂയിങ് മിറക്കിൾ. പക്ഷെ ദൈവത്തിന്റെ പിന്നെ എന്താ പറയുന്നത്, കൃപയും കരുണയും നിറഞ്ഞവരാണ് കർത്താവ്. അത് കർത്താവിന്റെ കമ്പാഷൻ അത് ഒഴുകുമ്പോൾ ഇതിനുള്ള സൗഖ്യമാകും. നമുക്കാരെയും സൗഖ്യമാക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങളുടെ ക്രൂസൈഡാണ് ധാരാളം ചർച്ചുകൾ എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാനായിട്ട് കാരണമാണ്. അങ്ങനെ ഞങ്ങള് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ പുതിയ പുതിയ പദ്ധതികൾ ദൈവം ഞങ്ങൾക്ക് തരും. ഞങ്ങൾക്ക് 25 പ്രോജക്ട്സ് ആണ്. ഞങ്ങൾ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഞങ്ങൾക്ക് മിഷൻ ഹോസ്പിറ്റലുണ്ട്, സ്കൂളുകളുണ്ട്, ബോട്ട് 2-3 ഉണ്ട്, പല പല സ്റ്റേറ്റുകളിലായിട്ട്. പ്രത്യേകിച്ച് എനിക്കൊരു ഞാൻ ഹിമാലയത്തിൽ ലൊക്കേഷനിൽ പോകുന്ന കുതിരയുടെ കൊണ്ട് ഞാൻ പറഞ്ഞില്ല, എന്റെ വിളി ഞാൻ ഇച്ചിരി സാഹസികനായതുകൊണ്ട് ഞാനും പോകാത്ത സ്ഥലത്ത് ഞാൻ പോകും. കേരളത്തിലായപ്പോൾ എനിക്ക് ഈ 4-വീൽ ഡ്രൈവുള്ള ജീപ്പ് പോകാത്ത മലകളിൽ ഞങ്ങൾ കയറും. എനിക്ക് സന്തോഷം വേണ്ട നടന്ന് കാലിന് നീര് വെക്കണം. കാലിലെ കല്ലെ തട്ടി നീര് വെക്കല്ല, നടന്ന് നീര് വെക്കണം. അതൊരു പ്രത്യേക സംതൃപ്തിയാണ്. പക്ഷെ കാരണം നമ്മളല്ലാതെ വേറെ ആരും അവിടെ പോകാനായിട്ടില്ല. അങ്ങനെ ഒരിക്കൽ ഞങ്ങൾ ഡാർജിലിംഗിൽ, ഞങ്ങൾക്ക് നേപ്പാളിലൊക്കെ ധാരാളം പ്രവർത്തനങ്ങളുണ്ട്. അവിടെ ഞങ്ങൾ 10 സ്ലീപ്പിംഗ് ബാഗും 2-4 ടെന്റും കൊടുത്തിട്ടുണ്ട്. കാരണം പലപ്പോഴും ടെമ്പറേച്ചർ മൈനസിൽ പോകും. അവിടെ നിങ്ങളെ മിഷന്മാരി ടെന്റൊക്കെ അടിച്ച് ഞങ്ങൾക്ക് വേണ്ടിയിരുന്നതൊക്കെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാനായിട്ട് ഇതൊക്കെ വെള്ളമൊക്കെ കൊടുക്കുക. നമുക്ക് വലിയ സന്തോഷമാണ് നമ്മളോട് ചെല്ലുന്നത്. അവരവിടെ പുഴയിൽ നിന്ന് മീനൊക്കെ പിടിച്ച് പാകം ചെയ്ത് രോഗികളെ സൗഖ്യമാക്കി ചർച്ചകൾ സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്നു. ഒരിക്കൽ ഞാൻ കുതിരപ്പുറത്തോടെ പോയി. കാരണം അവിടെ റോഡൊന്നും ഇല്ലല്ലോ, ട്രെയിനില്ല, റോഡില്ല.
അഗാധ ഗർത്തങ്ങളാണ്, കാലോ കയ്യോ വഴുതി വീണ നമ്മൾ പൊടി പോലും കിട്ടത്തില്ല. അങ്ങനെ കുതിരയ്ക്ക് പോലും കയറാൻ വയ്യാത്തതിൽ കുതിര ഗ്യാസ് ചെയ്യാൻ തുടങ്ങി. കുതിരയുടെ വായിന്ന് അതിന്റെ ആ സലൈവ വരാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ദയ തോന്നി ഞാൻ കുതിരയുടെ പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് ലഗേജ് മാത്രം, കാരണം നമ്മള് അതിന് ഒത്തിരി ടാക്സി ചെയ്യാൻ പാടില്ല. അങ്ങനെ ഇന്ന് ഞങ്ങൾക്ക് അവിടെ ഒരു മനോഹരമായിട്ട് ചർച്ച ഞങ്ങൾക്കുണ്ട്. കാർഗിൽ എന്ന് പറയുന്ന സ്ഥലത്തെ ഓർമ്മകൾ എനിക്ക് വരികയാണ്. കാർഗിൽ നിങ്ങൾ കേട്ടുവാണല്ലോ, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ. കാർഗിലിൽ പോകണം എനിക്ക് വലിയ ആഗ്രഹം. ഞാൻ ഡൽഹി ക്രൂസിൽ ഞാൻ മിഷണറി കോൺഫറൻസ് അറ്റൻഡ് ചെയ്തപ്പോൾ കാർഗിലിൽ 2 മിഷണറിമാർ, ഞാൻ കാർഗിലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നമ്മളെ അയക്കും. കാർഗിൽ ഭാർഗവ പറഞ്ഞിട്ട് ഞാൻ അടുത്ത് വേറൊരു വിഷയത്തിലേക്ക് വരാം. കാരണം നമുക്ക് അവിടെ പോകാൻ പറ്റത്തില്ല. ടോട്ടലി ലഡാക്ക് എന്ന് പറയുന്ന സ്ഥലത്തും മുസ്ലിം ഡൊമിനേറ്റ് ഏരിയ ആണ്. അവിടെ പല വെല്ലുവിളികളുണ്ട്. അപ്പൊ ഈ മിഷണറിമാരോട് പോരാൻ ഞാൻ തീരുമാനിച്ചു. അവിടുത്തെ ഒരു നേറ്റീവായിട്ട് അബ്ബാസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പുള്ളിയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഭയങ്കരമായിട്ട് തുമ്മിക്കഴിഞ്ഞാൽ ദേശക്കാർ മുഴുവൻ അറിയും. അപ്പം ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ കൂടെ ഞങ്ങളൊരു 16 മണിക്കൂർ ട്രക്കലാ പോകും. ഭയങ്കര അപകടം പിടിച്ച സ്ഥലമാണ്. അപ്പോൾ ഒരിക്കലും സാത്താൻ പോയിന്റ് പോയിട്ടുണ്ട്. ആ പോയിന്റില് ഒരുപാട് വണ്ടിയിലെ സാത്താൻ തർക്കി. അങ്ങനെയുള്ള പോയിന്റൊക്കെ വരുമ്പോൾ നമ്മുടെ മേലുള്ള അഭിഷേകം വർദ്ധിക്കും. കാരണം നമ്മള് വീണ്ടും ജാഗ്രതല്ലോ പോകുന്നത്. അവിടെ ഒരു ഡോക്ടർ, ഓർത്തോപെഡിക് സർജനാണ്. പുള്ളി ഇംഗ്ലണ്ടിലെ ഫ്രം ഹൈദരാബാദ്. അദ്ദേഹമായിട്ട് ജോസഫ് എന്ന് പറഞ്ഞ ഡോക്ടറുമായിട്ട് കണക്റ്റഡായി. അദ്ദേഹം ജോലിയൊക്കെ ഉപയോഗിച്ച് അദ്ദേഹം ദൈവത്തിൽ പ്രത്യേക ദർശനം കൊടുത്ത് ലഡാക്കിൽ അവിടെ യൂണിവേഴ്സിറ്റിയിൽ ഉപജീവനത്തിന് വേണ്ടി ഒരു വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് നിന്നിട്ട് അദ്ദേഹം മെഡിക്കൽ ക്യാമ്പ് നടത്തുകയാണ്. മെഡിക്കത്തെ കാണണം, അവിടെ ചെല്ലണം. അപ്പൊ ഈ അബ്ബാസിലൂടെ പോയപ്പോഴത്തേ അബ്ബാസിലൂടെ നടന്നു വന്ന ആവേശത്തിലാണ്. ഓരോ തുമ്മന്റെയും കൂടി പുള്ളി ഹല്ലേലൂയയോടെ ചേർത്ത് പറയും. നമ്മൾ പേടിച്ച് പറത്തില്ല. ഹോട്ടലിലുള്ള ആൾക്കാരെല്ലാം നോക്കും, ഇത് ആരാടാക്കണം. അങ്ങനെ അല്ലാത്തവരൊന്നും അവിടെ ചെല്ലാനാകത്തില്ല. ഈ അബ്ബാസ് പൂർണ്ണ സൗഖ്യമായെന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ നിങ്ങൾ അബ്ബാസിന് സൗഖ്യത്തിന് പറ്റിയ പ്രാർത്ഥന ഗ്രാമത്തിലൊക്കെ ഞങ്ങളെ വിളിച്ചായിരുന്നു. ഇനിയിപ്പോ അവിടെ ജോസഫിന് ഞാൻ പോയോണ്ടല്ല, അദ്ദേഹം നേരത്തെ ഓൾറെഡി വർക്ക് ചെയ്തു. പക്ഷെ ഞാൻ പോയത് സന്തോഷമായിരുന്നു. വീണ്ടും ഞാൻ അവിടെ 6 മാസത്തിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. മുഴുവൻ മഞ്ഞ് കൂടി കിടക്കും ലഡാക്കിൽ. കാലാവസ്ഥയൊക്കെ ആകുമ്പോൾ വീണ്ടും പോയിട്ട് ഇവിടെ കുറച്ച് ഗ്രാമങ്ങളിലൊക്കെ പോയി കർത്താവിന്റെ വേല ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ദിവസം ഞാൻ കുവൈറ്റില് ഇടയ്ക്ക് കുവൈറ്റിൽ നമ്മൾ പോകും, ആഫ്രിക്കയിൽ പോകും, പല സ്ഥലങ്ങളിൽ പോകും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴേ ദൈവാത്മാവ് ഒരു ദർശനം തന്നു, ആഫ്രിക്ക. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവെ ആഫ്രിക്കയെ പറ്റി നമ്മളെ ജോഗ്രാഫി പഠിച്ചിട്ടുണ്ട്, നല്ല മാർക്കും കിട്ടിയിട്ടുണ്ട്. അതിനപ്പുറത്ത് ഒന്നിക്കാനായിട്ട് എനിക്ക് ആഫ്രിക്കയുമായിട്ട് യാതൊരു ബന്ധമില്ല. ശരി, ആഫ്രിക്കക്കാരുടെ ഒരു കളറുണ്ട്, കറുത്ത കളർ, അതല്ലാതെ വേറെ ബന്ധമൊന്നുമില്ല. ഇപ്പൊ ഞങ്ങള് സാധാരണ ഒരു ദർശനം കണ്ടാകുന്ന വേറെ കിടക്കത്തില്ല. ഏകദേശം അത് 2-3 പേരുടെ വാമൊഴിയാൽ ഏത് കാര്യം ഉറപ്പാക്കും. അതിന് പ്രൊഫസി വരണം, അതിനുള്ള കാര്യങ്ങൾ വരണം, ഇങ്ങനെയൊക്കെ. അങ്ങനെ അന്ന് ഞാൻ ബാങ്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പുതിയ പുതിയ രാജ്യങ്ങളിൽ പോയി ചർച്ച തുടങ്ങുന്നത് വലിയ ഇഷ്ടമാണ്. അങ്ങനെ എനിക്ക് നല്ലൊരു ചർച്ച ഉണ്ട്. ചർച്ച ഞാൻ എന്തോ പറഞ്ഞാലും ഭയങ്കര വിശ്വാസമാണ്. ഒറ്റ പ്രശ്നം, വെള്ളിയാഴ്ച ലോകത്ത് എവിടെ പോയാലും വെള്ളിയാഴ്ച ഞാൻ അവിടെ ചെന്നു. 28 വർഷമായിട്ട് ആ ചർച്ചിന്റെ പാസ്റ്റാണ് ഞാൻ. അതിനെ വേറെ ആക്കാനും തിരിച്ചവർ പറഞ്ഞത് വേണ്ട, എവിടെ പോകുന്നതിനൊന്നും തടസ്സമില്ല, പക്ഷെ വെള്ളിയാഴ്ച അവിടെ കാണും. പക്ഷെ ഭയങ്കര പ്രാർത്ഥനയാണ്. അതിനെ പറ്റി പറഞ്ഞില്ലേ, നന്ദികേടാണ്. ഞാൻ 86 മിഷണറി യാത്ര നടത്തി. അതില് ഒരു 10-15 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ ചർച്ചിലെ കുടുംബങ്ങള്, ഞാൻ പോയിട്ട് നിന്ന് വിടുന്ന സമയം മുതൽ ഓരോ ദിവസം ഓരോ കുടുംബങ്ങളും ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കും വരുന്നിടം വരെ. ഇവരെന്നോട് പറഞ്ഞിട്ടില്ല, ഞാൻ വിലക്കൊന്നും വന്നത്. അങ്ങനെ ഉള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ദൈവം അപകടത്തിൽ നിന്നൊക്കെ വിടുവിച്ചത്. അങ്ങനെ ആഫ്രിക്കയിലെ പോരാൻ തീരുമാനമെടുത്തു. ഞാൻ എയർലൈൻസിന് പേര് പറയുന്നില്ല, വിസ ഇല്ലാതാണ് ഞാൻ ആഫ്രിക്കയിൽ പോയത്. നിങ്ങൾക്ക് അന്നത്തെ 10-25 വർഷവും, ഇന്നിപ്പോ 2000-ലാണ് പോയത്. 25 വർഷം മുമ്പ് ഇന്നും നിയമം കർശനമാണ്. വിസ ഇല്ലാതെ ഏത് എയർലൈൻ ആരെങ്കിലും ബോർഡ് ചെയ്താൽ അന്നത്തെ കാലത്ത് 20,000 പൗണ്ടാണ് പിഴ. പിന്നെ ഒന്നും പൊങ്ങി വരാതിരിക്കാനാണ് ഞാൻ ഡീറ്റെയിൽസ് ഒന്നും പറയാത്തത്. ഞാൻ അവിടെ ചെന്നു, വിമാനത്തെ കയറി. ഞാൻ വളരെ ആവേശത്തിലാണ്. ഒരു സ്ഥലത്ത് ചെന്നപ്പം അനൗൺസ് ചെയ്തു, ഭൂമധ്യരേഖ ഇക്വേറ്റർ നിങ്ങൾ ക്രോസ് ചെയ്തു. അപ്പം അവിടെ ചെന്നു. ഞാൻ കെനിയ എന്ന് പറയുന്ന സ്ഥലത്ത് നെയ്റോബി ജോമോറ്റ ഇന്റർനാഷണൽ എയർപോർട്ട് ഇറങ്ങി. അപ്പൊ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ദൈവം ആലോചന എന്തായിരുന്നു, വളരെ സൂക്ഷിക്കണം, അപകടങ്ങൾ പതിയിരിപ്പുണ്ട്. പ്രത്യേകിച്ച് അന്ന് ആഫ്രിക്കക്കാര് അന്ന് ഇന്ന് ലൂട്ടി നമ്മൾ വിദേശികളൊക്കെ ചെന്ന് കഴിഞ്ഞു.
എന്നെ സ്വീകരിക്കാനായിട്ട് ഞാൻ നേരത്തെ കറസ്പോണ്ട് ചെയ്ത വ്യക്തി തക്ക സമയത്ത് അയാൾ വന്നില്ല. എന്റെ ആദ്യത്തെ വിദേശയാത്രയുമാണ്, പ്രത്യേകിച്ച് ഇന്റർ കോണ്ടിനെന്റൽ. അപ്പൊ അന്ന് എനിക്ക് വളരെ പ്രായക്കുറവാണ് വിചാരിച്ചത്. ഭയങ്കര ടെൻഷനായി. പെട്ടെന്ന് ഒരു മനുഷ്യൻ കടന്നു വന്നു, കസ്റ്റംസ് ഓഫീസർ ആകുമ്പോൾ എന്റെ പാസ്പോർട്ട് മേടിക്കാനായിട്ടും അതുപോലെ എന്റെ വീഡിയോ ക്യാമറയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ദേവാത്മാവ് പറഞ്ഞു ഇവരുടെ അടുക്ക് ഒന്നും കൊടുക്കരുത്. അപ്പൊ ലോകത്തുള്ള കാത്തന്മാർ ആഫ്രിക്കയിൽ അവരുടെ കൈയുടെ കോള് വരെ ഉള്ളു നമ്മൾ. പെട്ടെന്ന് ഒരു ക്രിസ്ത്യ പാട്ട് കേട്ടു, ഇംഗ്ലീഷ് പാട്ട്. ആ ഇന്റർനാഷണൽ എയർപോർട്ടില് ഒരു 7 സ്റ്റാർ ഹോട്ടൽ അന്നത്തെ അതിന്റെ അവരുടെ ഓഫീസാണ് നടക്കുന്നത്. ഞാൻ ഓടി ആ ഹോട്ടലിലോട് ചെന്ന് ചാടിക്കറി. ദൈവത്തിന്റെ സ്തോത്രം, അതൊരു അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഒരു മെമ്പറാണ് അവിടുത്തെ അതിന്റെ റിസപ്ഷൻ ഇരിക്കുന്നത്. പുള്ളിയോട് പറഞ്ഞു, ഞാൻ പാസ്സാന്ന് പറഞ്ഞു, പാസ്സാ നിങ്ങൾ ഇപ്പൊ തക്ക സമയത്ത് നിങ്ങളുടെ വന്ന കാര്യം, അല്ലെങ്കിൽ അവരെ എന്നെ അപായപ്പെടുത്തരുത്. അപ്പോ 24 സംഘത്തിൽ പറഞ്ഞു വരുന്നതാണ് സത്യങ്ങളുടെ മുമ്പാകെ മേശ ഒരുക്കും നമ്മൾ വായിച്ചിട്ടില്ല. അപ്പൊ ഇവൻ എന്നെ നോക്കി ഇങ്ങനെ മുറുമുറുത്തോണ്ടിരിക്കുക, ഞാൻ ഇറങ്ങി ചെല്ലാനായിട്ട്. അപ്പഴത്തെ എനിക്കൊരു സെക്യൂരിറ്റി, ദൈവം തന്നെ ഒരു സെക്യൂരിറ്റി ഒരുക്കി. അപ്പൊ അന്നൊന്നും പൈസ നമ്മുടെ രാജ്യമില്ല. അത് ചില പറയട്ടെ, ഇന്നില്ല. ഞാൻ ലക്ഷറിയെ വളരെയധികം എനിക്കിഷ്ടമില്ലാത്ത വ്യക്തിയാണ്. അതിന് പല കാരണമുണ്ട്. അത് പൈസയില്ല. രണ്ടാമത് ഞാൻ 86 മിഷണറി യാത്രയിൽ അടുത്ത സമയത്ത് മാത്രമാണ് വിമാനം ഉപയോഗിക്കുന്നത്. ബാക്കിയെല്ലാം ഞാൻ സ്ലീപ്പർ ക്ലാസ്സിലാണ് പോകുന്നത് ട്രെയിനിൽ. എനിക്ക് വേണമെങ്കിൽ പോകാം. പക്ഷേ ആ പൈസയോട് ഞാൻ എൻ്റെ മിഷണർമാർക്ക് കൊടുത്തു. അതാണ് എൻ്റെ ഒരു രീതി. 2-3 പ്രാവശ്യം ഞാൻ ഹോട്ടലിൽ താമസിച്ചത്. ഇന്ന് ദിവസങ്ങളിൽ ചില കോൺഫറൻസിനൊക്കെ പോകുമ്പോൾ താമസിക്കുന്നുണ്ട്. എൻ്റെ മിഷണർമാരോട് താമസിക്കുന്നു, അവരുടെ ആഹാരം കഴിക്കുന്നു. ഒരിക്കലും ഛത്തീസ്ഗഡിൽ ചെന്നപ്പോൾ നമ്മുടെ യാഥാർത്ഥവും തുറന്നൊക്കെ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന പറയുമ്പോൾ ചിരി വരുന്നുണ്ട്. ഞങ്ങളുടെ മിഷണറിക്ക് ഒറ്റ മുറിയുള്ളൂ പുള്ളിക്ക് വീട്, പിന്നെ പള്ളിയുള്ളൂ. പക്ഷെ ഞങ്ങളുടെ മിഷണറി ഇൻഡിക്കേറ്റ് വിത്തം ഛത്തീസ്ഗഡില് 80 ചർച്ചിന്റെ പാസ്റ്റേഴ്സ് കോൺഫറൻസിന്റെ ജനറൽ സെക്രട്ടറി ആണ്. അതിനകത്ത് മർത്തോമാക്കാരുണ്ട്, കത്തോലിക്കരുണ്ട്, പിന്നെ പ്രസ്ബിറ്റീരിയനുണ്ട്, ഇംഗ്ലീഷ് ചർച്ചുകളുണ്ട്. 5000 കുടുംബങ്ങൾ ചർച്ചകളുണ്ട്. അപ്പൊ അതാണ് ഞങ്ങളുടെ ഇൻഡിക്കേറ്റ് മിഷണറിമാരുടെ. അപ്പൊ അവിടെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. പിന്നെ ഈ ടോയ്ലറ്റിൽ നിന്ന് കറുത്ത ഈച്ച, വലിയ ഈച്ച, അത്ര ഈച്ചകൾ ഞാൻ എല്ലാ ഈച്ച എനിക്ക് പരിചയമുണ്ട് പല സ്റ്റേറ്റുകളില്. ഇതിങ്ങനെ കയറി വരിക. അപ്പൊ നമ്മൾ ഇതിനകത്ത് ചാക്ക് വെച്ച് അടച്ചിരിക്കാം. പിന്നെ അത് നമ്മളെ മൂടും. ബാക്കി ചിന്തനയാണ് വിശദീകരിച്ചിട്ട് അങ്ങനെ ഇരുന്നു. പക്ഷേ ഞാൻ ആ ഹോട്ടലിൽ താമസിക്കാൻ വരുന്നു. ഹോട്ടലിൽ താമസിക്കാഞ്ഞുകൊണ്ട് അന്ന് എന്നോട് അച്ഛനും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളെ യൂത്ത് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു അവിടെ തന്ന ദർശനമാണ്. അവിടെ പക്ഷെ എന്തൊരു പ്രോബ്ലം അവിടെ നടന്നത്. ഇന്നൊക്കെ തൊറോളം 100 ചർച്ചകള്. പലപ്പോഴും ലൈഫ് സ്റ്റൈൽ ഇവാഞ്ചലിസം നമ്മുടെ മിഷന്മാർ നമ്മളിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് മിഷൻ പിന്നെ ലീഡേഴ്സ് ആരും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ലളിതമായിട്ടുള്ള ജീവിതവും താമസവും. കാരണം നമ്മളൊരു പത്രമാണ് മുമ്പിൽ, നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പ്രത്യേകിച്ച് ഞാൻ അക്സസിബിൾ ആണെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവരോടും എപ്പോഴും ഏത് നിമിഷവും എന്താണെങ്കിൽ എന്താണ് ബൗൺസറുടെ അകമ്പടിയോടെയാണ് ആൾക്കാരൊക്കെ പോകാറുള്ളത്. ഓക്കെ, പ്രത്യേക സാഹചര്യമായിരിക്കാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒത്തിരി ഈ ഉത്തരേന്ത്യയിലേക്ക്, അവരുടെ ഉത്തരേന്ത്യ ഗ്രാമങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാണ്ട് സാധിക്കും. പക്ഷേ സമയം കഴിഞ്ഞു എന്നെ പറയട്ടെ. അങ്ങനെ ഇന്നും ഞങ്ങൾക്ക് ധാരാളം മിഷന്മാരുണ്ട്. അണ്ണൻ പറയുന്നില്ല, അവർക്ക് കൃത്യമായിട്ടൊന്നും സാലറി കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം കുവൈറ്റിലായിരുന്നപ്പോൾ ഞാൻ കൊടുത്തിരുന്നു. ഇന്ന് എൻ്റെ കൂടെ ഇന്ത്യക്കാരൊക്കെ നിൽക്കാൻ കാര്യം അവർ പറഞ്ഞു, സാറേ ഞങ്ങൾ പാടിച്ചോളാൻ ദൈവം വഴി തുറക്കും. പക്ഷെ അവർക്ക് വേണ്ടി അഫെക്ഷനാണ് വേണ്ടി, അവർക്ക് അനോയിന്റിങ്ങാണ് വേണ്ടി. ഒരിക്കലും മിഷണറി കോൺഫറൻസ് ഒറീസ നടത്തിക്കൊണ്ടിരുന്നപ്പം പിന്നെ നമ്മൾ അവർക്കെല്ലാം ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. 10-50 മിഷന്മാരുണ്ട്. ഞാൻ ഭക്ഷണത്തിന് ബിരിയാണി പറഞ്ഞു, വി ഡോണ്ട് വാണ്ട് ബിരിയാണി, വി വാണ്ട് വേഡ് ഓഫ് ഗോഡ്. വിശന്നിരിക്കുകയാണ്. അന്നേരമാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ വചനത്തിന് വേണ്ടിയുള്ള ദാഹം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഓരോ സ്റ്റേറ്റിനെ പറ്റിയും പറയാൻ ത്രിപുരയിൽ ഒരിക്കൽ ചെന്നപ്പോൾ ഒരു കൊടുങ്കാട്ടില് ഒരു ഗോത്രവർഗത്തിൽ ഒരു ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ ഈ നിങ്ങൾ ആർക്കും ചിന്തിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. പല സ്ഥലത്തിൻ്റെയും പേര് പറയാൻ എനിക്ക് പറ്റത്തില്ല, ഡ്യൂ ടു സെക്യൂരിറ്റി റീസൺസ്. ത്രിപുരയിൽ അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ ഒരു കൊടുങ്കാട്ട്, അവിടെ വെച്ചൊരു പാമ്പ് എന്നെ കടിച്ചു. പിറ്റേ ദിവസം ഞാൻ ആസാമിന് പോയാണ്. മർക്കസ് ബനാരി വായിക്കുന്നുണ്ട്, മരണകരമായ യാതൊന്ന് കുടിച്ചാലും കടിച്ചാലും നിനക്കൊരു ഹാനി വരികയില്ല. ഇന്നും ആ പാടുണ്ട്. കാരണം ടോയ്ലറ്റിൽ പോയാണ്. ടോയ്ലറ്റ് എവിടാൻ ചുറ്റുന്ന പുള്ളി വലിയൊരു പ്രദേശം കാണിച്ചു. അപ്പം എൻ്റെ കൂടെ എനിക്ക് പേടിയായി. ടോയ്ലറ്റിൽ പോയാലും സാരമില്ല, കാരണം കൊടുങ്കാടാണ്.
പിന്നെ ഒരാൾ കൈ വാക്കത്തിയുമായിട്ടൊക്കെ വന്ന് കാടൊക്കെ വെട്ടിത്തെളിച്ചു വേണം പോകാൻ. നോക്കടിച്ചു. ഞാനവിടെ കണ്ടൊരു കാര്യം, ഈ ഇന്ത്യയിൽ 100% സുവിശേഷീകരിച്ച പല ഗ്രാമങ്ങളുണ്ട്. ഞങ്ങളുള്ള ചില ഗ്രാമങ്ങളിൽ എൻ്റെ ഈ 19 മിഷൻ ട്രിപ്പിൽ ചെന്ന് കയറി. അവിടെ വലിയൊരു പ്രാർത്ഥനയോടൊക്കെയാണ് ട്രംപൊക്കെ അടിച്ച്. ഞാൻ ചോദിച്ചു പാസ്റ്റർ ചോദിച്ചു, അല്ലെ 10-20 വർഷമായിട്ട് അവർക്ക് പാസ്റ്റർ ഇല്ലെന്ന് പറഞ്ഞു. ബ്രിട്ടീഷുകാരായിട്ട് തുടങ്ങിയാണ്. ഗോത്ര തലവൻ വിശ്വാസത്തിലേക്ക് വന്നു. ഇവിടെ കുറച്ച് ആൾക്കാർ. അപ്പൊ എനിക്ക് വലിയ സന്തോഷമാണ്. അപ്പൊ സുവിശേഷം ആര് വിതച്ചാലും അവരുടെ തലമുറ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ പോയ പല സ്ഥലങ്ങളിൽ ഞാൻ പേരുകൾ ഓർക്കുന്നില്ല, അവിടെ ഒക്കെയും പക്ഷെ അവർക്ക് ബാക്ക് സൈഡ് പിന്നീട് ആരും അവിടെ ഒന്നും ചെല്ലുന്നില്ല. അപ്പൊ നമ്മൾ ഇനി ആരെയൊക്കെ പോവുകയാണെങ്കിൽ ഒരു കാലത്ത് വിതച്ച വെത്ത് പെട്ടെന്ന് കിളിർക്കാം നമ്മുടെ സാമീപ്യമാണ് വിഷയം. അങ്ങനെ എനിക്ക് പല പല അനുഭവങ്ങള്, ഒരുപാട് അനുഭവങ്ങള് ഛത്തീസ്ഗഡില്. അതിനിടയ്ക്ക് എനിക്ക് വ്യക്തിപരമായിട്ട് ജീവിതത്തിൽ വലിയ വിഷയങ്ങളൊക്കെ വന്ന് എൻ്റെ വൈഫിന് ഒരു വയറ്റുവേദന ഇന്നേക്ക് 13 വർഷം മുമ്പ് ഞങ്ങൾ കുവൈറ്റിലായിരുന്നു. അവിടുത്തെ ഹോസ്പിറ്റലിലാണ് കാണിച്ച് അവർക്ക് ഡയഗ്നൈസ് ചെയ്തില്ല. ഇവിടെ ഞങ്ങള് കേരളത്തിലെ പല ഹോസ്പിറ്റലില് കറക്റ്റ് ഡയഗ്നൈസ് ചെയ്തില്ല. അവിടെയില്ല, വെല്ലൂർ പോയി CMC-യിൽ ചെന്നപ്പോൾ പറഞ്ഞു 3rd സ്റ്റേജ് ക്യാൻസർ. നമ്മൾ പതറും. നമ്മൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് എന്ത് പ്രശ്നം വന്നാലും വൈ എന്നുള്ള ചോദ്യം ചോദിക്കരുത്. വൈ ചോദിച്ചാൽ തീർന്നു, മ്യൂസിയം ജീവിതം മ്യൂസിയം. ഇൻസ്റ്റെഡ് ഓഫ് വൈ ഇറ്റ് ഈസ് ബെറ്റർ ടു ആസ്ക് ഫോർ വാട്ട്, എന്തിനു വേണ്ടി. അങ്ങനെ ഒരു വർഷം ഞങ്ങൾ അപ്പാർട്ട്മെന്റൊക്കെ എടുത്ത് വെല്ലൂരാണ്. അപ്പൊ ഞാൻ വലിയൊരു ഹോസ്പിറ്റലിൽ എനിക്ക് കാരണം ഞാനൊരു വളരെയധികം വായിക്കുന്ന വ്യക്തിയാണ്. ഒരുപാട് വിഷയമാണ് ജീവിതത്തിൽ വലിയൊരു ഹോസ്പിറ്റലിന്റെ ചരിത്രം. ഞങ്ങൾ ഹോസ്പിറ്റൽ തുടങ്ങിയ ചരിത്രമാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അവിടെ ഒരു ദിവസത്തെ OP 10,000 1500 ഡോക്ടേഴ്സ്, പാരാ സ്റ്റാഫ്, പിന്നെ മാനാംഗീഷ് കിടക്കുന്ന ഓരോ ആൾക്കാർ വന്ന് കിടക്കുക, പാവങ്ങൾ. അവിടെ ഞങ്ങൾ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞ കർത്താവ് എൻ്റെ വൈഫിനെ സൗഖ്യമാക്കി വാങ്ങി ഒരു ഹോസ്പിറ്റലിൽ പാവങ്ങൾക്ക് വേണ്ടി ചെയ്യാന്ന് പറഞ്ഞു. ദൈവം സൗഖ്യമാക്കി. ഇന്ന് 13 വർഷമായി, ഒരു കുഴപ്പമില്ല. ഇന്നലെ ഞങ്ങൾ കുടുംബമായിട്ട് വലിയൊരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അസർബൈജാനിൽ പോയി. ഞാനും വൈഫുകള്, എൻ്റെ മരുമകളും ഉണ്ടായിരുന്ന കുട്ടികൾ. ഇനി ഒരുപാട് രാജ്യങ്ങളിൽ ഞങ്ങൾ പുതുതായിട്ട് വേലയ്ക്ക് വേണ്ടി പോരാട്ടൊക്കെ ആഗ്രഹിക്കുന്നു. ഈ 86 മിഷൻ ട്രിപ്പിലും എനിക്ക് വേണ്ടി ലഗേജ് തരുന്ന വൈഫാണ്. ഞാൻ ആ കാര്യത്തിൽ വളരെ അലസരാണ്. എനിക്ക് വേണ്ടി തുണി എടുക്കുകയൊന്നും ചെയ്തതെല്ലാം അവളാ വിളിച്ചിരുന്നു. എന്റെ എല്ലാ കാര്യം അതേപോലെ അവൾക്ക് ചിന്ത ദൈവത്തിന്റെ കാര്യം കഴിഞ്ഞാൽ അവിടെ ചെന്ന് നോക്കുമ്പോ എല്ലാം ഉണ്ട്. ദാസിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. അടുത്ത ദിവസങ്ങളില് ദാസിന്റെ അനുഭവം കേൾക്കാനായിട്ട് പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഹോസ്പിറ്റൽ. അപ്പൊ ഇതിനിടയ്ക്ക് ഞങ്ങള് ഒറ്റയ്ക്ക് അഡ്മിഷൻ തുടങ്ങിയെങ്കിലും ഓരോരോ ഘട്ടങ്ങളിൽ ശക്തരായിട്ടുള്ള ദൈവദാസന്മാരെ ഞങ്ങളുമായിട്ട് കൂട്ടിച്ചേർത്തു. അഡ്മിനിസ്ട്രേറ്റ് ആരംഭം മുതൽ എൻ്റെ ബദർലോ ഉണ്ടായിരുന്നു. അദ്ദേഹം ഖത്തർ ബഥേൽ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിന്റെ സീനിയർ പാസ്റ്ററാണ്. നിങ്ങൾക്കറിയാലോ, ഏകദേശം ഏറ്റവും വലിയ ചർച്ചാണ്. 1500-ഓളം മെമ്പേഴ്സ്, 5 ഭാഷകൾ, ഇന്റർനാഷണൽ ആരാധന. ആ ചർച്ചിനെ ഞാൻ സ്മരിക്കുകയാണ്. ഞാൻ എന്ത് പറഞ്ഞാലും ബദറിന്റെ അവിടുത്തെ പാസ്റ്ററായ അവിടുത്തെ വിശ്വാസമൊക്കെ എന്നോട് സഹകരിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ സഹകരിച്ച മണിപ്പൂരിൽ ഞങ്ങൾ 40 വീട് വെച്ചു കൊടുത്തു. മണിപ്പൂരിൽ ഞങ്ങൾ കുറച്ച് ഫുഡ് കൊടുക്കാൻ പോയാൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു അവർക്ക് വീട് വെച്ച് നോക്കണം. 10,000, 20,000, 25,000 പേരൊക്കെ ഓരോരോ ക്യാമ്പുകളിൽ താമസിക്കാണ്. വലിയ കഷ്ടം. ഞാൻ കർത്താവ് ഞാൻ എന്ത് ചെയ്യും, ഞങ്ങളുടെ അക്കൗണ്ട് എപ്പോഴും മൈനസ് ആയിരിക്കും. മിനിമം ബാലൻസ് ഞങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയിരിക്കുമ്പോഴായിരിക്കും ഒരു മിഷണറുടെ ഓരോ വിഷയങ്ങൾ വരുന്നത്. പക്ഷെ ദൈവം ചെയ്തു. ഖത്തറിലെ പെന്തിക്കോസ്റ്റ് യൂണിയൻ QBC എന്ന് പറയും, നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഒരാഴ്ചത്തെ സ്വതരാജ്യം മുഴുവൻ എടുത്ത് എൻ്റെ തന്നു. പ്രത്യേകിച്ച് ഞാൻ ഇൻഡിപെൻഡന്റ് ചർച്ചിലെ പാസ്റ്ററാണ്. അപ്പൊ അവർക്കൊരു വിശ്വാസമുണ്ട്. അവർ 6 ലക്ഷം രൂപ തന്നു. 10-20 ലക്ഷം രൂപ ഞാൻ റേസ് ചെയ്ത് 40 വീട് വെച്ചു കൊടുത്തു. നിങ്ങൾക്ക് ആർക്കെങ്കിലും മണിപ്പൂര് ഫിനിസാർക്ക് വന്നാട്ടോ, മണിപ്പൂര് നമുക്ക് വരുന്നവർക്ക് വേണ്ടി ഒരു ഗസ്റ്റ് വീടെന്ന് പറഞ്ഞാൽ ഷെഡാ കേട്ടോ, 1 ലക്ഷം രൂപയ്ക്ക്. ഇന്ന് അതുകൊണ്ട് നോർത്ത് ഈസ്റ്റിൽ അമേരിക്കൻ ബാപ്റ്റിസ്റ്റ് ചർച്ചുമായിട്ട് ഞങ്ങൾ MOU സൈൻ ചെയ്യുകയാണ്. അവർക്ക് ബാപ്റ്റിസ്റ്റ് ഉണ്ട്, പക്ഷെ പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള ടീച്ചിങ് ഇല്ല. പക്ഷെ ആരിപ്പോകും, ഒരാൾക്കോടൊക്കെ പോകാൻ പറ്റും. ഇംഗ്ലീഷൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്നും വേണ്ട. എല്ലാ പള്ളികളിലും 10, 500, 1000 പേരുണ്ട് അവിടുത്തെ പള്ളികളിൽ. പക്ഷെ ഇച്ചിരി പ്രശ്നങ്ങളുണ്ട് പോകാനായിട്ട്. ചിലപ്പോൾ വെടിയുടെ മേളത്ത് കയറും, അതൊക്കെ അറിഞ്ഞിട്ടേ പോകാം. പക്ഷെ അങ്ങനെ പോകുന്ന സ്ഥലങ്ങൾ അങ്ങനെയാണ്. നാഗാലാൻഡ്, ത്രിപുര, അവിടെയൊക്കെ ഞങ്ങൾക്ക് ധാരാളം വേലകളുണ്ട്. വി ആർ ഗെറ്റിംഗ് കണക്റ്റഡ്. ആഫ്രിക്കൻ മേലെ പറ്റി പറയട്ടെ. ഞാൻ എയർപോർട്ടിലാണ് ഇരുന്ന്. അതിനിടയ്ക്ക് നമ്മൾ ഇന്ത്യയിലോട്ട് വന്നു. ആഫ്രിക്കയിൽ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എവിടെ പോകണമെന്ന് അറിയത്തില്ല, ആരെ കാണുമെന്നും അറിയത്തില്ല.
ഞാൻ പറഞ്ഞു വെച്ച് വന്നിരിക്കുന്ന സഭയില് വെള്ളിയാഴ്ച എനിക്ക് അവിടെ ജോയിൻ ചെയ്യണം, സഭയിൽ ആരാധന പങ്കെടുക്കണം, ഞാൻ ചർച്ച് പ്ലാൻ ചെയ്ത് വരുമെന്നാണ് പറഞ്ഞത്. ഇവർ അതുപോലെ വിശ്വസിച്ചിരിക്കുക. ദൈവം പറഞ്ഞിട്ട് പോയെന്നാ പറഞ്ഞേക്കുന്നത്. തിരിച്ചൊന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എന്ത് പ്രശ്നം വരും? അപ്പൊ ഞാൻ ഏറ്റവും പിന്നെ റേറ്റ് കുറഞ്ഞ താമസ സൗകര്യം നോക്കിയപ്പോൾ YMCA അവർ ഹോട്ടലുകാർ പറഞ്ഞു. ഇതെനിക്ക് ദൈവം എനിക്കൊരു അറേഞ്ച്മെന്റ് ചെയ്തു അവിടെ പോകാനായിട്ട്. ആ സമയത്ത് ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു സായിപ്പ് ഒരു പ്ലെയിൻ ചാർട്ടർ ചെയ്ത് അവിടെ വന്നു, ആ എയർപോർട്ടിൽ വന്നത്. അന്നേരം വേണ്ടി ലിമോസിൻ, നീളമുള്ള വണ്ടിയാണ്. ആദ്യമാണ് ഞാൻ ലിമോസിനിൽ കയറുന്നത്. ഒന്നേ കയറിയിട്ടുള്ളൂ, പിന്നെ കയറിയിട്ടില്ല. ഒരു ഫ്രീ ലിഫ്റ്റ് തന്നു. അങ്ങനെയൊക്കെ ഈ അസംബ്ലീസ് ബോർഡിലെ ഈ റിസപ്ഷൻ എന്നോട് പ്രത്യേക സ്നേഹം. ഞാൻ ഫ്രീ ലിഫ്റ്റ് അവിടെ ചെന്ന് താമസിച്ചു. അപ്പം ഈ വൈൽഡ് ലൈഫ് ഉണ്ടല്ലോ ആഫ്രിക്കൻ വൈൽഡ് ലൈഫ്, വെറുതെ ഇരിക്കുമല്ലേ. അപ്പൊ ഞാൻ വണ്ടിയൊക്കെ ഹയർ ചെയ്തു. അപ്പൊ എൻ്റെ കൂടെ അവിടുത്തെ ഒരു റിട്ടയർഡ് ആർമി മേജറാകും. എനിക്ക് ഇവന്മാരൊന്നും വിശ്വാസമില്ല, ഇവർ എന്നെ തട്ടുവും എന്റെ വലിയ ടെൻഷനിലാണ്. 2 ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ കമ്പനിയായി. ഞാൻ പോകാനുള്ള സമയമായി. ഞാൻ മിഷണറിയാണ് പോകുന്നത്. ഉടനെ ഞാൻ എന്റെ ആഗമോദ്ദേശം വെളിപ്പെടുത്തി ഞാൻ സ്ഥാപിക്കാനാണ് ദൈവം വന്നിട്ടാവാതെ. പിന്നെ പുള്ളി പ്രസ്ബിറ്റേറിയൻ, പക്ഷെ പുള്ളിയുടെ വൈഫ് അസംബ്ലീസ് ബോർഡാണ്. ഞാൻ പറഞ്ഞു ഇവിടെ 50 കിലോമീറ്റർ ഉണ്ട്, റെന്റൊക്കെ പറഞ്ഞു പെട്ടെന്ന് വിട്ടോളാൻ പറഞ്ഞു. കാരണം വിമാനം പോകുന്ന എനിക്ക് തരണം. അങ്ങോട്ട് ചെന്ന് തലേക്ക് 2 പേരെയും കൈവച്ച് ഞങ്ങളുടെ മിഷണറിയായിട്ട് അപ്പോയിന്റ് ചെയ്തു. പിന്നെ അന്ന് ഇമെയിലൊക്കെ നമ്മൾ പൈസയൊക്കെ അയച്ചു കൊടുത്തു. വളരെ വൈബ്രന്റ് ആയിട്ടൊരു ചർച്ച് ഞങ്ങൾക്ക് പിന്നെ എവിടെ കെനിയയിലെ നെയ്റോബിയില് ഞങ്ങളെ IFA രജിസ്റ്റർ ചെയ്തു, ആ രാജ്യത്ത് രജിസ്റ്റർ ചെയ്തു. ഇപ്പം രജിസ്റ്ററൊക്കെ വീണ്ടും ഞാൻ ഉടനെ വീണ്ടും അടുത്ത നവംബറിലേക്ക് വീണ്ടും പോയാണ്. അതാണ് എൻ്റെ ആദ്യത്തെ ആഫ്രിക്കൻ ട്രിപ്പ്. 2ാമത്തെ ട്രിപ്പ് ഞാൻ സൻസിബാർ സ്ഥലത്ത് കൊമോറോ ഐലൻഡിൽ. അതിൻ്റെയൊക്കെ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. അവിടെ ആരാ താമസിക്കുന്നത്? 99.99%. അവിടുന്ന് ഒരു 4 പേര് CKs ആയിട്ട് ഇവിടെ വന്നു. ഞങ്ങൾ ചെന്ന സമയത്ത് എൻ്റെ അടുക്കൽ വന്നു. ഞാനോട് സുശേഷം പറഞ്ഞു. ഫ്രഞ്ച് അവരുടെ മീഡിയം, ഫ്രഞ്ച് അറിയാവുന്ന ഒരാളോട് കണക്ട് ചെയ്തു, ശാലപ്പെടുത്തി. ഇന്ന് മിഷണറി ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് കഴിഞ്ഞ ആഴ്ച എനിക്ക് റിപ്പോർട്ട് കിട്ടി 29 ചർച്ച്, സീക്രട്ട് ചർച്ച്. ഞങ്ങൾക്ക് 4 രാജ്യങ്ങളിൽ സീക്രട്ട് ചർച്ചാണ്. രാജ്യങ്ങളിൽ നിന്ന് പേര് പറയാൻ പറ്റത്തില്ല. അവിടെ വർക്ക് ചെയ്തു. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഒടുവിൽ ഞാൻ പോയത് മഡഗാസ്കറിനെ പറ്റി നിങ്ങൾ കേൾക്കണം. അപ്പൊ ഇതിനിടയ്ക്ക് ഞങ്ങള് ഈ ഡാലസിലുള്ള റാന്നിക്കാൻ പാസ് മാത്യു സാമുവൽ, എന്റെ പിതൃനിർവിശേഷം സ്നേഹിക്കുന്ന കർത്താവിന്റെ ദാസനാണ്. അദ്ദേഹം 2010 ഞങ്ങളുടെ ഒരു കൺവെൻഷന് കുവൈറ്റ് വന്നു. അദ്ദേഹത്തിന്റെ നീസ് എന്റെ ചർച്ചയുടെ മെമ്പറാണ്, ആ സാഹചര്യത്തിലാണ്. അപ്പൊ ദൈവം ഞാൻ കഴിയുമ്പോൾ ഒരു വിഷൻ തന്നു, ഇന്തോനേഷ്യൻ വിഷൻ, ദ്വീപസമൂഹങ്ങൾ. ഒരു ദിവസം പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു ദ്വീപസമൂഹങ്ങൾ എനിക്കായി കാത്തിരിക്കുന്നു. ഇന്തോനേഷ്യയും ആഫ്രിക്ക നമുക്കായിട്ട് ബന്ധമില്ല. അതിനിടയ്ക്ക് കർത്താവ് പറയാണ് ഇന്തോനേഷ്യ, എന്ത് ചെയ്യാൻ പറ്റും? കർത്താവ് പറഞ്ഞാൽ പോയാലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഇപ്പൊ സിംഗപ്പൂരിൽ നിന്ന് മനുഷ്യൻ എന്റെ വീട്ടിൽ താമസിച്ചു. സുപ്പയ്യ എന്ന് പറയും, അയാളുടെ പേര് പറയാൻ പാടില്ല, സോറി. വിദ്യാർത്ഥിന് നമ്മൾ ദൈവാത്മ രീതി മാനിച്ചു വിട്ടു. അപ്പൊ എനിക്ക് വളരെ പ്രശ്നം വന്നു. ഇന്തോനേഷ്യ വേല വളരണം. ഞാൻ അവിടെ ചെന്നു, സിംഗപ്പൂരിൽ ഇറങ്ങി. സുപ്പയ്യ കാണാനില്ല. സുപ്പയ്യോട് പറഞ്ഞു, എനിക്ക് മനസ്സിലായി എന്റെ അധികം പൈസ തരും. അപ്പോഴത്തേക്ക് ഒരു ടെൻഷനായി. എനിക്ക് പിശാചുമായിട്ടൊരു ഡയറക്റ്റ് എൻകൗണ്ടർ പല പ്രാവശ്യമാണ്. പല ഭൂഖണ്ഡങ്ങളിൽ ചെല്ലുമ്പോൾ പിശാചുമായിട്ട് ഡയറക്റ്റ് എൻകൗണ്ടർ. ആ സമയത്ത് പിശാച് പറയുന്നത് നീ ഇന്ത്യ എല്ലാം മുടിപ്പിച്ചിട്ട് ഇവിടെ വന്നു. ഇപ്പൊ ആഫ്രിക്കയിൽ ചെന്നപ്പോഴേ സംഭവിച്ചു. പക്ഷെ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ഉള്ളതുകൊണ്ട് ദൈവം അത് വിടുവിച്ചെടുക്കുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. അപ്പൊ എന്റെ ബൈബിൾ സ്റ്റഡിയിലുള്ള ഒരു മലേഷ്യയിലെ ഡോക്ടറുടെ പിതാവ്, ഡോക്ടർ പേര് ഞാൻ പറയുന്നില്ല, പുറത്തുമക്കാരനായിരുന്നു, ഉണ്ടായിരുന്നു. ഞാൻ മലേഷ്യയിൽ പോകുന്ന കഴിഞ്ഞപ്പോൾ പറഞ്ഞു മരുമോന് കൊടുക്കാനോട് കുറച്ച് ഉണക്കമീനും എന്തെങ്കിലും കൊടുക്കാം. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും കൊടുക്കാം, എനിക്ക് ലഗേജൊന്നുമില്ല. അപ്പൊ അവളുടെ നമ്പരേ ഉള്ളൂ. അപ്പം മലേഷ്യൻ വിസ ഉണ്ട്. അങ്ങനെ സിംഗപ്പൂരിൽ ഞാൻ ട്രെയിനില് ഞാൻ പോവുകയാണ്. കാരണം എനിക്ക് സിംഗപ്പൂരിൽ നിൽക്കാൻ പറ്റുന്ന ഒരു കണക്ഷനും ഇല്ല. ഭയങ്കര ഹോട്ടലിലൊക്കെ പൈസയും ഇല്ല. തിങ്കളാഴ്ച എനിക്ക് മലേഷ്യ ചെല്ലണ്ടേ, ഞായറാഴ്ച തന്നെ അന്ന് തന്നെ രാത്രി ചെന്നു. അന്ന് ഞാൻ വിചാരിച്ചു മരിച്ചു പോകും. ഇംഗ്ലീഷ് അറിയാവുന്നവരാരുമില്ല, കുറച്ച് ജപ്പാൻ ടൂറിസ്റ്റുകൾ മാത്രം. എനിക്കൊരു വലിയൊരു മരണകരമായിട്ടായിരുന്നു. ശാത്താൻ നേർക്ക് നേരെ വന്നു. എന്നെ തിരിച്ച് കുവൈറ്റ് വിടത്തില്ലെന്ന് പറഞ്ഞു. എന്റെ ശബ്ദമെല്ലാം നിലച്ചു, പുള്ളി ബോധം. അപ്പൊ അവിടുത്തെ ട്രെയിനൊക്കെ നല്ല ട്രെയിനാണ്. ഇപ്പൊ ഞാൻ ഈ പറയുന്ന കലാലംപൂരിൽ ഇറങ്ങണം. അത് കഴിഞ്ഞപ്പോൾ ഇത് അന്ന് ഇന്ത്യയിലോട്ട് പോകുന്ന ട്രെയിനാണ്. പെട്ടെന്ന് ആ സമയമായപ്പോഴത്തെ എനിക്കൊരു ബോധം, ധൈര്യമൊക്കെ വന്നു. പെട്ടെന്ന് 1 മിനിറ്റ് 2 മിനിറ്റ് നിർത്തത്തുള്ളൂ. അവിടെ ചാടിയാണ്. അപ്പൊ ഞാൻ ഈ കാണുന്ന ഡോക്ടർ അദ്ദേഹം കലാലംപൂരിലാണ്. അയാളെ കണ്ടിട്ട് പോലില്ല. മലയാളി ആണെങ്കിലും മലേഷ്യൻ സിറ്റിസണാണ്.
അപ്പം ഈ ടെലിഫോൺ വിളിക്കണേ അവിടുത്തെ കറൻസി ഉള്ളതുണ്ടോ. ബ്രിട്ടീഷ് സിസ്റ്റം ആയതുകൊണ്ട് തിങ്കളാഴ്ച പിന്നെ ബാങ്കുകളോ എക്സ്ചേഞ്ചോ ഒക്കെ തുറക്കത്തുള്ളൂ. എനിക്കൊരു കോയിൻ വേണം, മലേഷ്യൻ കോയിൻ. അപ്പൊ ഞാൻ ശരിക്കും തെണ്ടി ട്രെയിനർ എൻ്റെ ഒരു സിറ്റി പോലും കാണിച്ചു. ഇപ്പൊ ഇന്ത്യക്കാര് ഈ 10 ഇന്ത്യക്കാരിലുണ്ടെങ്കിൽ അതില് ലോകത്തിലുള്ള 10 ആൾക്കാർ 4 പേര് ഇന്ത്യക്കാരാണ്. ഇന്ത്യക്കാരുടെ ഒറിജിനലാണ് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും. ഇന്ത്യക്കാരുടെ ഗുണം ഞാൻ അറിഞ്ഞു. പ്രത്യേകിച്ച് തമിഴിന്റെ ഗുണം. ഒരു മനുഷ്യൻ എന്നെ കണ്ട് ദയ തോന്നി, ഒരു മലേഷ്യൻ കോയിൻ തന്നു. മലേഷ്യൻ കോയിൻ 1 മിനിറ്റ് 2 മിനിറ്റേ ഉള്ളൂ. പെട്ടെന്ന് ഇത് നമ്മൾ കോയിൻ ഇട്ട് വിളിക്കുമല്ലോ, ഇങ്ങനെ വിളിച്ച് ഈ പുള്ളി ബോധമില്ലാതെ പുള്ളി ഒരു പാർട്ടി കഴിഞ്ഞ് കിടന്ന് ഉറങ്ങണം. ഡോക്ടർ പുള്ളിക്ക് കാരണം അവരൊക്കെ അവിടുത്തുകാരല്ലേ. വെളുപ്പിന് വിളിച്ചോണ്ട് ഞാൻ പറഞ്ഞു ഒരു എന്റെ ഇപ്പം ശബ്ദം തീരാൻ പോകാൻ ഞാൻ ഇവിടെ വിധിക്കുകയാണ് പറയും. പിന്നെ അങ്ങനെ പുള്ളി 2 മണി കഴിഞ്ഞ് പുള്ളി വന്നു. അവിടെ ചെന്നാണ് ഞങ്ങളുടെ ഇന്തോനേഷ്യൻ മിഷൻ. ചെന്നാൽ ഞാൻ പുള്ളിക്ക് വലിയ ഇഷ്ടമായി. പുള്ളിയുടെ തലയിൽ കൈവച്ച് ആലോചനയൊക്കെ പറഞ്ഞു. പുള്ളി പറഞ്ഞത് 6 മാസം മുമ്പ് ന്യൂസിലാൻഡിൽ നിന്ന് ആരാണ് എന്ന് പറഞ്ഞതാണ്. അപ്പൊ പുള്ളിക്ക് കൺഫർമേഷൻ. അങ്ങനെ ഞങ്ങളുടെ വേല തുടങ്ങി. ഇന്തോനേഷ്യയില് ഞങ്ങൾ ഷിപ്പ് ആദ്യം മേടിച്ചായിരുന്നു. ഞാനും പാസ്റ്റർ പി എം ജോർജ്. ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള പൈസ, സ്ഥലമൊക്കെ വിറ്റിട്ട് മേടിച്ചാ കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. നിങ്ങളാരും സുരക്ഷിതയ്ക്ക് വേണ്ടി തരുന്ന കാര്യം കൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്തത്. ആശുപത്രി ഞങ്ങളുടെ പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റ് നിനക്കങ്ങനെ ധാരണയുണ്ടല്ല. പക്ഷെ ആദ്യത്തെ യാത്രയിൽ തന്നെ ഞങ്ങൾ സാത്താന്റെ ഇരിപ്പിടം പലപ്പോഴും നദികളാണ്, നിങ്ങൾക്കറിയാമല്ലോ. അത് തുള വീണു, അത് ഓൾമോസ്റ്റ് സങ്കായിപ്പോയി. പക്ഷെ ഞാൻ തന്നെ ഒരു 10 പ്രാവശ്യം ഇന്തോനേഷ്യ പോയിട്ടുണ്ട്. അവിടുത്തെ ഗവൺമെന്റ് ഞങ്ങൾക്ക് ഒരു ടീം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ വർക്കിംഗ് ഓൺ. അടുത്ത വർഷം ഇനിയിപ്പോ ഷിപ്പ് വന്നിട്ട് ഞാൻ ഇനി പാസ്റ്റർ ഫിന്നിയുമായിട്ട് സംസാരിക്കത്തുള്ളൂ. ഔദ്യോഗികമായിട്ട് ദൈവത്തിന് പ്രതീക്ഷിക്കുന്നു. ഈ ദിവസങ്ങളിൽ വേലയൊക്കെ വളരെ ശക്തമായിട്ട് കടന്നു പോകുന്നു. അങ്ങനെ നമുക്ക് കർത്താവ് പറഞ്ഞ പോലെ ഹാർവെസ്റ്റ് ഈസ് പ്ലെന്റി. വേലക്കാർ വളരെ ചുരുക്കമാണ്. ഇനി കേൾക്കുന്ന പ്രിയപ്പെട്ടവർ മിഷണറി ചലഞ്ച്, പ്രായമുള്ള ദൈവാർത്ഥം എന്ന രീതിയിൽ നിങ്ങൾ ദൈവത്തിന്റെ വാക്ക് കേട്ടിറങ്ങിയാൽ ദൈവം നിങ്ങളെ മാനിക്കും. ഞാൻ മഡഗാസ്കർ പറഞ്ഞു തീർത്തില്ലല്ലോ. മഡഗാസ്കർ പോകുന്ന 2 ദിവസം എനിക്ക് വേണ്ടി നെഞ്ചിനകത്ത് വേദന. ഒന്നിലെ മിനിവേഴ്സ് ഹോസ്പിറ്റലിൽ പോകണേ, ECG ഭയങ്കര വേരിയേഷൻ. ഒരു ആംബുലൻസ് വിളിച്ച് എന്നെ പരിമല വിട്ടു. എനിക്ക് പിറ്റേ ദിവസം ഫ്ലൈറ്റാണ് 2 ദിവസം കഴിഞ്ഞ്. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ മിനിസ്ട്രിയുടെ കാലത്തെ മറ്റു സാമൽ ഇന്നും ഞങ്ങളുടെ സീനിയർ അഡ്വൈസറാണ്, ഞങ്ങളുടെ പാർട്ടാണ്. അദ്ദേഹം ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെ CEO ആണ്. പിന്നെ പാസ്റ്റർ പി എം ജോർജ് ഞങ്ങളുടെ എൻ്റെ റിലേഷനോട് ആയതുകൊണ്ട് ഞങ്ങളുടെ ഓളിനോളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം അപ്പോസ്തലിക് മിനിസ്ട്രി എന്ന പേരിൽ അറിയപ്പെടുന്ന 60 രാജ്യങ്ങളിൽ ശുശ്രൂഷയുണ്ട്. പാസ്റ്റർ അനിസലും അതിന്റെ പ്രസിഡന്റാണ്. പാസ്റ്റർ ഏലിയാസ് വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹമായിട്ടൊരു കോൺഫറൻസിൽ പങ്കെടുക്കാനായിട്ടിടയായി. അതിന്റെ കാരണം ഇന്നേക്കും 20 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് എനിക്ക് ദുബായ് ചർച്ച ഉണ്ടായിരുന്നു. അബുദാബിയിൽ ഒരു മീറ്റിംഗ് പ്രസംഗിച്ചപ്പം പാസ്റ്റർ ഏലിയാസോട് ഉണ്ടായിരുന്നു. എന്റെ ഒരു വിഷയം ഞാൻ പറഞ്ഞു, അത് 20,000 ചർച്ച് പ്ലാൻ ചെയ്യണമെന്ന്. അപ്പൊ അദ്ദേഹം അന്ന് വിചാരിച്ചെനിക്ക് തലയ്ക്കാണെന്തോ ലൂസാണെന്ന്. പക്ഷെ പുള്ളിയുടെ ഉള്ളിൽ അത് പോയി. അദ്ദേഹം പല വേദികളിൽ അന്താരാഷ്ട്ര വേദികളിൽ പറഞ്ഞു. അവരൊരു മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിന്റെ ബൈലോയിൽ അവർ എഴുതി വെച്ചു. അതിന്റെ വിത്ത് അല്ലെങ്കിൽ അതിന്റെ വിഷൻ എന്റെ അന്നത്തെ സ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ മിനിസ് കോൺഫറൻസിൽ പങ്കെടുത്തു. അതിനുശേഷം ഇന്ന് രാവിലെ വരെ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. പല രാജ്യങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ച് കടന്നു പോകുന്നു. അങ്ങനെയാണ് മഡഗാസ്കറിൽ പോകാനായിട്ടത്. ഞങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ട്. 7000 ചർച്ച അടുത്ത 2 വർഷത്തിനകം പുതിയ ചർച്ചകൾ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദീർഘമായിട്ടുള്ള യാത്രയിലാണ്. അങ്ങനെ മഡഗാസ്കറിൽ ഞാൻ പരിമല ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ഡോക്ടർ, അവിടുത്തെ കാർഡിയോളജിയുടെ രജിസ്ട്രാർ പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ കുടുംബക്കാരനാണ്, വിശ്വാസിയാണ്. ഒത്തിരി സന്തോഷമായി. ഞാൻ എനിക്ക് ആഫ്രിക്കയിൽ പോകണം, ഡോക്ടറെ വേണമെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ 7 പേരാണ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് മുഴുവനും വളരെ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി നിൽക്കുകയാണ്. ആ കെയറൊക്കെ മനസ്സിലാക്കി. ഒരു ദൈവകൃപ ഉണ്ടായിരുന്നു. ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ട് കാണുന്നൊക്കെ പറഞ്ഞിരിക്കും. എനിക്ക് പിന്നെ പോകാൻ സമയം കിട്ടിയില്ല. അദ്ദേഹത്തിന്റെ ഒരു ഫിറ്റ്നസ് വേണമല്ലോ, കാരണം ആഫ്രിക്കയിലെ മെഡിക്കൽ കാര്യമൊന്നുമില്ല. പിന്നെ TMT ചെയ്ത് കുഴപ്പമൊന്നുമില്ല, ട്രീറ്റ്മെന്റ് ടെസ്റ്റ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ എനിക്കറിയാവുന്നത് ഇത് ആഫ്രിക്ക വിടാതിരിക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ 17 മണിക്കൂറാണ് വിമാനത്തെ ഇരിക്കേണ്ടത്. അവിടെ ചെന്നും അത്ഭുതങ്ങൾ ഒത്തിരി. ഞങ്ങൾ ജയിലുകൾ ഞങ്ങൾ ടീമായിരുന്നു. പല രാജ്യങ്ങളിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ പിന്നെ സ്ട്രീറ്റ് ഇവാഞ്ചലിസം ഞാൻ ചെയ്തു. 11 പേരെ 2 ദിവസമാണ് സ്ഥാനപ്പെടുത്തി. അവിടെ താമിയുടെ ഞങ്ങളുടെ ചർച്ചല്ല, ഞങ്ങൾ വേറെ ആളോട് പോകുമ്പോൾ ഞങ്ങൾക്ക് പ്രോട്ടോക്കോളുണ്ട്. പിന്നെ ഐഫിയുടെ ചർച്ച ഒന്നും ഞങ്ങൾ അവിടെ ചെയ്യത്തില്ല, കാരണം ഞങ്ങൾക്ക് ആവശ്യത്തിന് ചർച്ച ഉള്ളതുകൊണ്ട്. അവരോട് പോകുന്ന അവർക്ക് വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യും. IPC-ക്കാരുടെ ചർച്ച വേണ്ടി ഞാൻ IPC-ക്കാർക്ക് വേണ്ടിയാണ് ഹെൽപ്പ് ചെയ്തത്. കണ്ടുപിടുത്തലൊക്കെ കിട്ടി അവരുടെ ചർച്ച പോയി. എല്ലാ ലോക്കൽ ചർച്ചും വളരണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അത് ആ ഓരോ സ്ഥലത്ത് ഓരോരുത്തരെ ആക്കിയിരിക്കുന്നത് ആ ചർച്ച ഒരു ഉദ്ദേശമുണ്ട്.
അങ്ങനെ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. അവിടെ വലിയൊരാളുമായിട്ട് കണക്ട് ചെയ്ത ആളുടെ പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം അടുത്ത മഡഗാസ്കറിന്റെ പ്രസിഡന്റ് ആകും. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ ചെന്നു. അത് എന്നോട് പ്രത്യേക താല്പര്യം. വലിയ മനുഷ്യനാണ്. ഇന്ത്യയുടെയും സിംഗപ്പൂരിന്റെയൊക്കെ അംബാസഡർ ആയിരുന്നു. അത് ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ കാണണമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ കാണണമെന്ന് പറഞ്ഞു. ദൈവം ചില ഫേവർ നമ്മൾ വായിക്കുന്നല്ലോ ദൈവം. അപ്പൊ ആ രാജ്യം മുഴുവൻ നമുക്ക് ഔദ്യോഗികമായിട്ട് തുറന്നിരിക്കാം. എന്ത് വേണം ചെയ്തോളാൻ പറഞ്ഞിരിക്കുകയാണ് സുശേഷത്തിന് വേണ്ടി. അതിന് ടെലിവിഷൻ ചാനലുണ്ട്, റിയൽ സാറ്റലൈറ്റ് ചാനൽ. അതിൽ 35 മില്യൺ ആൾക്കാരുടെ സൂചന വരാനായിട്ട് ചില മാസങ്ങൾക്കുള്ളിൽ പോകാനായിട്ട് അദ്ദേഹം വിളിച്ചിട്ടുണ്ട്. ഒക്കെ ആഗ്രഹമുണ്ട്. അവിടുത്തെ ജയിലില് 6000 പേര് തിങ്ങിപ്പാർക്കുന്ന ജയിലാണ്. ഈ ജയിലിൽ കിടക്കുന്ന ആൾക്കാരൊക്കെ കൊലപാതകളാണ് പലരും. സുശേഷത്തോടുള്ള ആഗ്രഹം നിലവിളിക്കുന്നതൊക്കെ കണ്ട് നമ്മൾ ഹൃദയം തകർന്നു. ആമേ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. 60 പേർക്ക് സ്ഥാനം കൊടുത്തു. 75% ആൾക്കാരും പ്രോവർട്ടിയിലാണ്. നമ്മൾ പോകുമ്പോൾ വെറുതെ മാർഗത്തിൽ ഒരാൾക്ക് 2-3 അരി വെച്ചു കൊടുക്കും. 10-300 രൂപ ഒരാൾക്ക് വേണ്ടി മുടക്കാമെങ്കിൽ ഇത്രയും ജയിലിൽ നമുക്ക് സുരക്ഷിതം പറയാൻ പറ്റും. സ്പോട്ട് ബാപ്റ്റിസമാണ്. ഏതൊരു സംഘങ്ങൾക്കോ താല്പര്യമുണ്ട് ഞങ്ങളെല്ലാം കണക്ട് ചെയ്ത് തരാം. നിങ്ങൾ നേരിട്ട് ചെയ്തു, ഒരു പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ കുറച്ച് ഓപ്പണിങ്സ് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ മൗറീഷ്യസ് വഴിയാണ് വന്നത്. ദൈവത്തിന്റെ ഓപ്പണിങ് നോക്കണം. എനിക്ക് ഫ്ലൈറ്റ് തമ്മിൽ 17 മണിക്കൂർ തന്നെ എയർപോർട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല. കയ്യിൽ പുതപ്പില്ല. കാരണം ഞങ്ങളുടെ ഡ്രസ്സൊക്കെ ഞങ്ങൾ ഓരോ മിഷൻ ബില്ലാണ് കൊടുത്തേച്ചാൽ വരത്തില്ല. തണുപ്പുള്ള സ്ഥലം നമുക്ക് അറിയത്തില്ല. അങ്ങനെ നമ്മൾ മീറ്റിങ്ങിന്റെ സംഘാടകനായിട്ട് ഒരാള് മൗറീഷ്യസുകാരൻ എന്റെ ഫ്ലൈറ്റിലുണ്ടായിരുന്നു. എനിക്ക് വിസ ഇല്ല മൗറീഷ്യസ് ഇറങ്ങാൻ. പക്ഷെ പുള്ളി വലിയ ഒരാളാണെന്നുള്ള പിടി കിട്ടിയത്. പുള്ളി എന്റെ കയ്യെ പിടിച്ചോണ്ട് ഇമിഗ്രേഷനിൽ കൂടെ എനിക്ക് വിസ അടിച്ചുകൊണ്ട് അവിടെ ചെന്നു. ഇപ്പൊ മൗറീഷ്യസ് വിളിച്ചിരിക്കുകയാണ്. ഞാൻ വിദേശ രാജ്യത്ത് പോകാനുള്ളതല്ല വിഷയം. പക്ഷെ നമ്മൾ അല്പത്തിൽ വിശ്വസ്തരാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന് വിചാരനാക്കും. ഞങ്ങളുടെ മിനിസ്റ്റർ ഓഫ് പ്രത്യേകം പ്രാർത്ഥിക്കുക. ധാരാളം നമുക്ക് ചെയ്യുവാനായിട്ടുണ്ട്. ഞങ്ങളെ റോഡ് മിഷന്മാരെ ട്രെയിൻ ചെയ്ത് ഞങ്ങൾ വെറും ട്രെയിനിങ് അല്ല, കൃപാവരെ ഇമ്പാർട്ട് ചെയ്യാണ്. ഞങ്ങളൊക്കെ ചെയ്യുന്നതിന് എത്രയോ ഇരട്ടിയാണ് ഞങ്ങളുടെ മിഷന്മാർ ഹിന്ദിക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ മിറക്കിൾസ് ആണ്. ഞങ്ങൾക്ക് ഈ ഷണ്ണന്മാരുടെ ഞങ്ങൾക്ക് വേലയുണ്ട്. ഡൽഹി, ഭുവനേശ്വർ കേന്ദ്രങ്ങളൊക്കെ അങ്ങനെ പുതിയ പുതിയ വേലകൾ ചെയ്തു. പിന്നെ പ്രസിഡന്റ് ബാലൻസിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. ആഫ്രിക്കയിലെ 52 രാജ്യങ്ങളെയും കവർ ചെയ്യാനായിട്ടുള്ള ബെഹ്ർത്താറിന്റെ പദ്ധതിക്ക് വേണ്ടി ബൈ ടെന്റ് മിനിസ്ട്രി ആയിട്ടും ബൈ വാട്ടറായിട്ടും ഉള്ള സ്റ്റെപ്പുകളൊക്കെ എടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ധാരാളം ദേവദാസന്മാർ, ശക്തരായ ദേവദാസന്മാർ ഞങ്ങളുടെ കൂടെ ഒന്നിച്ച് ടീമായിട്ട് പ്രവർത്തിക്കുകയാണ്. കർത്താവിന്റെ വാക്കിന് വലയിറക്കിയ പത്രോസിന് പെരുത്ത മീൻകൂട്ടം കിട്ടിയപ്പോൾ ഒറ്റയ്ക്ക് വലിച്ചു കയറ്റാൻ വയ്യാത്തതുകൊണ്ട് ബാക്കിയുള്ള തടവുകാരെ മാടി വിളിച്ചായിട്ട് നമ്മൾ കാണുന്നു. സ്വാതന്ത്ര്യം അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി മീറ്റിംഗ് അറേഞ്ച് തരാം. എത്രയോ സ്ഥലങ്ങളിൽ ഒരുപാട് മീറ്റിംഗ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ആൾക്കാർക്ക് വേണ്ടി വിടുതലാണ്. അതിനെപ്പറ്റി ഞാൻ പറയട്ടെ. അവർക്ക് വയനാട്ടിലേക്ക് വീണ്ടും വരികയാണ്. ആദ്യം ഭൂതങ്ങളെ പുറത്താക്കും. ആഫ്രിക്കയിൽ ചെന്നപ്പോൾ 95% ആൾക്കാരും ഡീമൺ പൊസസറാണ്. അതെല്ലാം വിച്ച് ഡോക്ടേഴ്സാണ്, മന്ത്രവാദികളാണ് വന്നതല്ല, സാധാരണക്കാരല്ല. ഒരു സ്ത്രീക്ക് വേണ്ടി പാലിച്ചപ്പോ എന്നോടൊന്നും ഭയങ്കരമായിട്ട് ചലഞ്ച്, നീ എന്തിന് ആഫ്രിക്ക വന്നെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞെ വിടിയിക്കണമെന്ന് പറഞ്ഞു. തിരിച്ചു പോകാൻ പറഞ്ഞു. അത് എൻകൗണ്ടറായിരുന്നു. ഇന്നിപ്പോ ഞങ്ങളുടെ വലിയൊരു മിഷണറി ആയിട്ട് മാറിയിരിക്കുകയാണ്. 7 ഭൂതങ്ങൾ വിട്ടുപോയ മുതലക്കാലത്ത് മാറിയ യേശുവിനെ ശുശ്രൂഷ പോലെ സ്ട്രീറ്റിൽ പുള്ളിക്കാരി വരുന്നു. പുള്ളിക്കാരി പ്രാർത്ഥിക്കുമ്പോൾ ഭൂതങ്ങൾ വിട്ടുപോകുന്നു. ഒരു 10-200-300 പേര് സ്ഥാനപ്പെടാൻ റെഡി ആകുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മഡഗാസ്കർ ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾ മഡഗാസ്കറിൽ ഞാൻ കണ്ടു വ്യക്തി അദ്ദേഹം പ്രസിഡന്റ് ആകാൻ പാർച്ച 52 രാജ്യങ്ങൾ നമുക്ക് വേണ്ടി തുടങ്ങും. ഫിലിപ്പാസ് നമുക്ക് ഒന്നിച്ച് പോകാൻ അടുത്ത പ്രാവശ്യം മഡഗാസ്കറില്. സമയം കഴിഞ്ഞ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ പാസ്റ്റർ മഡഗാസ്കറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ മഡഗാസ്കറിന്റെ മാപ്പൊക്കെ എടുത്ത് നോക്കുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. രാജ്യങ്ങളുടെ വാതിൽ തുറക്കും പാസ്റ്റർ ഈ ദിവസങ്ങളിൽ. ദൈവത്തിന്റെ വലിയൊരു പ്രോമിസാണ്. ഞാൻ ഈ കഴിഞ്ഞ നവംബറിൽ എനിക്ക് ദൈവം തന്നൊരു പ്രോമിസാണ്, രാജ്യങ്ങളിലേക്ക് പോകുമെന്ന്. അപ്പം ഇതിൻ്റെ ഒരു രസം എന്ന് പറഞ്ഞാൽ എനിക്ക് 50 വയസ്സ് തികയുമായിരുന്നു അന്ന് കേട്ടോ. ഇടയ്ക്ക് ഏജിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 50 വയസ്സ് തികഞ്ഞു കഴിഞ്ഞ നവംബറിൽ. അപ്പോൾ 50 വയസ്സ് തികഞ്ഞപ്പോൾ ഞാൻ രാത്രിയിൽ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് എന്താ ഇനി അടുത്ത 50 വയസ്സിന് ശേഷമുള്ള പദ്ധതി? അന്ന് രാത്രി ദൈവാത്മാവ് ചില രാജ്യങ്ങളുടെ പേര് എന്നോട് സംസാരിച്ചു. ചില രാജ്യങ്ങളിലേക്ക് പോകും. പിറ്റേ ദിവസം സൺഡേ ആരാധനയാണ്, എൻ്റെ ബർത്ത്ഡേ, 50 വയസ്സ്. അപ്പം ഞങ്ങളുടെ ചർച്ചിൻ്റെ കൊയർ ടീം എനിക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഗിഫ്റ്റ് റെഡിയാക്കി. അപ്പോൾ അവരത് സ്റ്റേജിൽ കൊണ്ടുവന്ന് എന്നോട് ചോദിച്ചു, പാസ്റ്റർക്ക് പറയാൻ പറ്റുമോ ഞങ്ങൾ എന്താ സർപ്രൈസ് ഗിഫ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്? പാസ്റ്റർക്ക് ഇതൊന്ന് പ്രാർത്ഥിച്ചെന്ന് വെളിപ്പാട് പറയാമെന്നോ? അപ്പം ഞാൻ പറഞ്ഞു, ഇന്നലെ രാത്രി ദൈവം എന്നോട് പറഞ്ഞു രാജ്യങ്ങൾ തുറക്കാൻ പോവുകയാണ്.
ആ കുഞ്ഞുങ്ങൾ എനിക്ക് ആ ഗിഫ്റ്റ് തുറന്ന് കാണിച്ചു. അത് ഒരു വേൾഡ് മാപ്പായിരുന്നു. പ്രത്യേകിച്ച് ചില രാജ്യങ്ങൾ അവർ അടയാളപ്പെടുത്തിയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. അപ്പം ഞാൻ പാസ്റ്റർ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു 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 എന്താ പറഞ്ഞ മനസ്സിൻ്റെ അകത്തൊരു ചിന്ത, നിങ്ങൾക്കൊക്കെ ഇങ്ങനെ രാജ്യങ്ങൾ ദൈവം തുറന്നെങ്കിൽ എൻ്റെ വാഗ്ദത്തങ്ങളും നിറവേറും എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ച് പറയായിരുന്നു കേട്ടോ. സന്തോഷം കൊണ്ട് ഇടയ്ക്ക് കയറി പറഞ്ഞതാ. പാസ്റ്റർ അമേൻ അമേൻ അമേൻ. പാസ്റ്റർ കണ്ടിന്യൂ ചെയ്യാം, കാരണം ഞാൻ ഇടയ്ക്ക് സന്തോഷം കൊണ്ട് പറഞ്ഞതാ. ജീവിതാനുഭവങ്ങൾ ഇനി ഒത്തിരി ഉണ്ടെന്ന് എനിക്കറിയാം. സമയം പറയാം, പാസ്റ്റർക്ക് പറയാം. അത്യാവശ്യം നമുക്കിനിയും മറക്കാനാവാത്ത അനുഭവങ്ങളൊക്കെ പറയാം. അതെ, പാസ്റ്റർ ജീവിതത്തിലെ മറക്കാനാവാത്ത സ്പിരിച്വൽ എൻകൗണ്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കാരണം ഒത്തിരി രാജ്യങ്ങൾ സന്ദർശിച്ചപ്പോൾ അവിടെയൊക്കെ പരിശുദ്ധാത്മാവിന്റെ അസാധാരണ പ്രവർത്തികൾ, ദൈവത്തിന്റെ സാന്നിധ്യം, എൻകൗണ്ടറൊക്കെ അനുഭവിച്ചുണ്ടെങ്കിൽ പറയാം. അങ്ങനെയുള്ള മറക്കാനാവാത്ത അനുഭവങ്ങൾ പറയാം. പ്രത്യേകിച്ച് ഒന്നാമത്തെ എൻകൗണ്ടർ ഈ ഇന്തോനേഷ്യ വെച്ച്, പിന്നെ രണ്ടാമത് ആഫ്രിക്കയെ വെച്ച്, ഈ നമ്മൾ ക്രോസ് ഓവർ ചെയ്യുമ്പോഴാണ് എൻകൗണ്ടർ വരുന്നത്. രാജ്യത്തിന്റെ ബൗണ്ടറി, അതാണ് ക്രോസ് കൾച്ചർ വാല്യൂസം. അപ്പൊ അവിടെ വരുമ്പോൾ, കാരണം സാത്താൻ ഇഷ്ടമല്ലോ, വി ആർ ഡീപോപ്പുലേറ്റിംഗ് ഹെൽ ടു പോപ്പുലേറ്റ് ഹെവൻ. സാത്താന്റെ ലോകത്തിന് നമ്മുടെ റാങ്ക് അറിയാം, മനസ്സിലായി. മനുഷ്യരെ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, സാത്താൻ അറിയാം. വെളിച്ചപ്പാടത്തിൽ സ്ത്രീ ചോദിച്ചല്ലോ, യേശുവിനെ അറിയാം, പൗലോസിനെ അറിയാം, പക്ഷെ നീ ആരാ? നമുക്ക് ഈ ടെറിട്ടോറിയൽ സ്പിരിറ്റിന് മേലുള്ള അധികാരം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വേല ചെയ്യാനായിട്ട് പഠിക്കും. അല്ലെങ്കിൽ എനിക്കറിയാം, ആഫ്രിക്കയിൽ പോയ പലരുടെയും നാക്ക് കാണുപോയിട്ടുണ്ട്, വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതിന് ശക്തമായിട്ടുള്ള പ്രാർത്ഥന. പക്ഷെ പക്ഷേ വലിയൊരു ഉണർവാണ്, നമ്മൾ ചിന്തിക്കാൻ വയ്യാത്ത ഉണർവ് നടക്കാൻ പോകണം ഇന്ത്യയിൽ. ഇതിനകത്ത് കൂടെ എല്ലാം ഞാൻ പറയുന്നില്ല, വ്യക്തമായിട്ടുള്ള അനേക ദിവസമായിട്ട് പയറ്റുണ്ട്. അതിന്റെ നാളുകളാണ്. നമുക്ക് വലിയൊരു ആഹ്വാനത്തിന് വേണ്ടി കേട്ടോ, ഞങ്ങൾക്ക് ഒരു സെന്റർ ഉണ്ട്, അത് പറയട്ടെ. ഞങ്ങൾക്കൊരു 250 പേർക്ക് താമസിക്കാവുന്ന സെന്റർ ഞങ്ങൾക്കുണ്ട്, 250-300 പേർ. അതൊക്കെ ഞങ്ങൾ ഓപ്പൺ ചെയ്ത് തരാം, ഇതുപോലുള്ള വലിയ ഫയർ കോൺഫറൻസോ ഒക്കെ നടത്താനായിട്ട്. ഞാൻ ഫെസിലിറ്റി ഞാൻ ഫ്രീ ആയിട്ട് തരാം, പക്ഷെ ബാക്കി ചെയ്യാൻ പറ്റത്തില്ല. ഉള്ള എല്ലാ സൗകര്യമുണ്ട്. ഇപ്പൊ നമ്മുടെയൊക്കെ ഞങ്ങളിപ്പോ വേറൊരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ ഞങ്ങൾ എൻ്റെ ദുബായ് വിസിറ്റില് ഫ്രാൻസിൽ നിന്ന് ഒരു ഹോളിവുഡ് ചാനലിന്റെ പിന്നെ ഒരു ഓണർ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹമായിട്ട് ഞങ്ങൾ MOU സൈൻ ചെയ്ത്, ഞാനിതിനകത്ത് ഭാഗവാക്കായിരുന്നു. പക്ഷെ ഇത് കേൾക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് വിചാരിക്കരുത്, തെറ്റിദ്ധരിക്കരുതെല്ലാം ഓസ്ട്രേലിയാസ് ആൻറ്റി ഒരുപാട് ശക്തരാണ്. ഞങ്ങളിപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു സ്റ്റുഡിയോ 3200 സ്ക്വയർ ഫീറ്റ് ഉള്ള സ്റ്റുഡിയോ ഞാൻ പണിഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ സ്റ്റുഡിയോയുടെ ഇൻചാർജാണ് പിന്നെ സഹായിക്കാണ്ട് വന്ന റോഷൻ. അങ്ങനെ AI-യുടെ ടെക്നോളജി നമ്മളിപ്പോൾ മലയാളത്തിൽ പ്രസംഗിച്ച ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും പ്രസംഗം ഫ്രാങ്ക്ഫർട്ട്. ഇലോൺ മസ്ക് ഇന്ത്യയിൽ വന്നു, അറിയാമല്ലോ. സ്റ്റാലിൻ ഒക്കെ തുടങ്ങിയതിന്റെ കാരണം വെളിപ്പാട് പുസ്തകത്തിന്റെ പ്രവചന നിവൃത്തിയാണ്. കർത്താവിന്റെ സുവിശേഷം എല്ലാ രാജ്യങ്ങളിലും കേൾക്കുമ്പോൾ അതിന്റെ ഈ ഡിസ്പെൻസേഷൻ അവസാനിക്കുന്നതാണ് വചനം പറഞ്ഞത്. അതുകൊണ്ട് നമുക്കിപ്പം എല്ലാ സ്ഥലത്തും 1 to 1 നമുക്ക് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ടെലിവിഷൻ ഈ മീഡിയാസിനെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ സുവിശേഷീകരണത്തില് ഞങ്ങൾക്ക് പിന്നെ പത്രോസ് പറഞ്ഞ പോലെ സ്വർണവും വേണ്ടി ഞങ്ങൾക്കില്ല, പക്ഷെ വിഷനുണ്ട്, ദൈവമുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ ഗൈഡൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം. നിങ്ങളുടെ ചർച്ചകളിലൊക്കെ വന്ന് നിങ്ങളുടെ ചർച്ചകൾക്ക് വേണ്ടിയൊക്കെ വിടുതൽ നടത്താനാണ് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ സമയത്തിന്റെ പരിമിതിയുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. എൻകൗണ്ടർ നമ്മൾ വിജയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അടുത്തൊരു ശുശ്രൂഷയുള്ളൂ. യേശു എൻകൗണ്ടർ വന്നായിരുന്നല്ലോ 34 എൻകൗണ്ടർ വരും. പക്ഷെ എൻകൗണ്ടർ രോഗത്തിന് എൻകൗണ്ടർ ആയിരിക്കാം, വലിയ ഫൈനാൻഷ്യൽ പ്രോബ്ലം ഒക്കെയാണ്. പക്ഷെ അത് നമ്മുടെ ദൈവം ജയിച്ചവരാണ്. ദൈവങ്ങളുടെ ബലം തരും. പരീക്ഷ സഹിക്കുന്നവർ ഭാഗ്യവാൻ, കൊള്ളാവുന്നവരായി തെളിഞ്ഞ് ആ കർത്താവിനെ പ്രൊമോട്ട് ചെയ്യുമെന്ന് വായിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ വലിയൊരു ഭാരം യൂറോപ്പിലേക്കാണ്. ഇന്ത്യയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, കാരണം ഞങ്ങൾ നെറ്റ്വർക്ക് ചെയ്ത് അതിന് ഞങ്ങൾ പൊക്കോളും. നമ്മൾക്ക് ഫണ്ട് ചെയ്താണ്. ആഫ്രിക്കയിൽ ഇപ്പം ഓൾറെഡി ഒരുപാട് മിഷനുണ്ട്. പക്ഷെ യൂറോപ്പിൽ കാര്യമായിട്ടുള്ള അതിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുക. ഇന്നലെ ഒരു കോൾ വന്നിട്ടുണ്ട് സ്വിറ്റ്സർലൻഡിൽ നിന്ന്. 1 വർഷം അവിടെ താമസിക്കണം. പക്ഷെ 1 വർഷമൊക്കെ നമുക്ക് ഒരു സ്ഥലത്ത് പോയി താമസിക്കാൻ പറ്റത്തില്ല. ഇനി ദൈവം ഒരു ഭാരം തരികയാണ്. സ്വിറ്റ്സർലൻഡിലേക്ക് വന്നപ്പോൾ ഒരുപാട് പേര് സ്വിറ്റ്സർലൻഡുമായിട്ട് കണക്ഷനായി. നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മളൊരു സ്ഥലത്ത് അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരെ കാണുക, ഇമ്പാർട്ട് ചെയ്യാൻ നമ്മളിലേക്ക് പോരുക. ബാക്കി ദൈവം ചെയ്തോളൂ. ദൈവത്തിന്റെ ആ മനസ്സ് ഒരു വ്യക്തി പോലും നശിച്ചുവാൻ ദൈവത്തിന് ആഗ്രഹമില്ല. അതുകൊണ്ടാണ്
ഓരോ മിശ്രയാത്ര കഴിയുമ്പോഴും ഞാൻ കരയുക, എനിക്കങ്ങ് ഭാരമാകും. സാറിന് സന്തോഷമല്ല വരുന്നത് കർത്താവെ, കാരണം എല്ലാ മീറ്റിങ്ങും എല്ലാവരും സൗഖ്യമാകുന്നില്ല. കുറച്ചുകൂടെ കർത്താവിന്റെ കൂടെ ഉണ്ടെങ്കിൽ സൗഖ്യമായനെ. കർത്താവിന്റെ മീറ്റിംഗാണ് എല്ലാവരും സൗഖ്യമായനെ, ആരും നിരാശയായി പോയില്ല. ഞാൻ നേപ്പാളിലൊക്കെ ഒരു മീറ്റിംഗ് ചെയ്തപ്പോൾ ഞാൻ ഓർക്കുകയാണ്, 30-30 കിലോമീറ്റർ അകലെയെന്ന് സൈക്കിളെ വെച്ച് കെട്ടിക്കൊണ്ട് ആൾക്കാരെ കൊണ്ടുവരും. ചെല്ലു സൗഖ്യമാകും, ചെല്ലു സൗഖ്യമാകുന്നില്ല. അത് എന്റെ കുഴപ്പം, അല്ലാതെ മറ്റവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഐ വാണ്ട് ടു ബി എഡിഫൈഡ്. ഇനിയും കർത്താവിന്റെ പ്രകടനം ആഗ്രഹിക്കുന്ന ആരോഗ്യത്തിന് പ്രത്യേകം പ്രാർത്ഥിക്കാം. എന്റെ കുടുംബം വളരെ സപ്പോർട്ടീവാണ് എനിക്ക്. കാരണം വീട്ടുകാരെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് ഞാൻ പല അപൂർവം ദിവസങ്ങളെ ഭവനത്തിൽ കാണാറ്. വിശ്വസിക്കാൻ പറ്റുമോ? ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് സാമ്പത്തിക നല്ല ദൈവത്തിന്റെ വിലയുടെ അടിസ്ഥാനം. ഞാൻ ചോദിക്കട്ടെ, 12 യേശുവിന്റെ കാലത്ത് 25 കോടി ആൾക്കാരുണ്ടായിരുന്നു. $1 ഇല്ലായിരുന്നു, ഒരു ടെക്നോളജി ഇല്ലായിരുന്നു, ഒരു പ്ലെയിനും ഇല്ലായിരുന്നു, ട്രെയിനും ഇല്ലായിരുന്നു, കാറും ഇല്ലായിരുന്നു. ആകെപ്പാടെ വാട്ടർ ട്രാൻസ്പോർട്ട് മാത്രമേ ഉള്ളൂ. അന്ന് അറിയപ്പെട്ട ലോകത്തെ മുഴുവനും സുവിശേഷീകരിച്ചു. അവർ ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർക്ക് അപ്പോസ്തലന്മാരെ പറ്റി പറഞ്ഞു. അതാണ് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്റെ സാക്ഷിയാണ്. ആ സാക്ഷ്യം നമ്മുടെ ജെറുസലേമിൽ സാക്ഷിക്കാൻ വേണ്ടി പാടാണ്. ഒരു പ്രവാചകൻ തന്റെ സ്വന്തം നഗരത്തിൽ പ്രശസ്തരല്ലെന്നാ വാദനം പറഞ്ഞു. പക്ഷെ ദൈവം അവിടെ നമ്മളെ ബലപ്പെടുത്തും. പിന്നീട് നമ്മുടെ ജൂഡിയ, ശമരിയ, ഭൂമിയുടെ അറ്റത്തോ ഈ വചനം കേൾക്കുമ്പോൾ, സാക്ഷ്യം കേൾക്കുമ്പോൾ ചെറുതെങ്കിലും പിന്നെ പാസ്റ്റർ വിളിക്കട്ടെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. യഥാർത്ഥമായിട്ട് ഞങ്ങൾക്ക് MSW പാസ്സായ ഒരാളിനെ വളരെ ആവശ്യമുണ്ട്. ഞങ്ങള് 6 കോടി വരുന്ന വലിയൊരു പീപ്പിൾ ഗ്രൂപ്പ് ഇന്ത്യയിലുണ്ട്. അവരുടെ പേര് ഞാൻ പറയുന്നില്ല. അവരുടെ വലിയൊരു പേര് നടക്കുകയാണ്. 10-25 പിള്ളേരെ ഞങ്ങള് അതെല്ലാം ചാരിറ്റി വർക്കാണ്. അവർക്ക് എഴുത്തും വായനയും പഠിപ്പിക്കുകയാണ്. അവർക്ക് കുളിക്കത്തും നനയ്ക്കത്തൊന്നുമില്ല. ഇന്ത്യയിലെ 12 സംസ്ഥാനങ്ങളിൽ. അപ്പൊ MSW ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങൾക്ക് ബംഗാളി അറിയാവുന്ന ആരെങ്കിലും പറഞ്ഞ് ഞങ്ങൾക്ക് ചർച്ചകൾ പ്ലാൻ ചെയ്യുകയാണ്. ബംഗാളിൽ 42 ലക്ഷം ആൾക്കാരെ ഞങ്ങൾ റീച്ച് ചെയ്യാണ്. ഞങ്ങളുടെ വലിയ ഹൗസ് ബോട്ട് ഉപയോഗിച്ചത്. ഞങ്ങളെല്ലാം പീപ്പിൾ ഗ്രൂപ്പ് വൈസ് ആയിട്ടാണ്. ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞ അവര് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ മുഴുവൻ അവർ സുവിശേഷിച്ചിട്ടുണ്ട്. കാരണം അവർ 6 മാസം അവർ യാത്ര ചെയ്യുന്നവരാണ്. ഓർത്തിട്ട് എവിടേക്ക് യാത്ര ചെയ്യുന്ന അറിയാട്ടെ. അപ്പൊ ചിത്രത്തിൽ പോയവർ വചനം പ്രസംഗിച്ചു. നമ്മള് പുസ്തകത്തിൽ വായിക്കുന്ന പോലെ ഇങ്ങനെയൊക്കെ ദൈവം ചില ആലോചന നമുക്കെല്ലാവർക്കും പോയി ആ ഭാഷയിലും പഠിച്ച് ജീവിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ മിഷൻ താല്പര്യമുള്ളവരെല്ലാം പാസ് കൂട്ടിക്കാട്ട് നമുക്ക് വീട്ടിൽ ഞങ്ങൾ എവിടെ ബോംബെ വരാം, നോ പ്രോബ്ലം. എന്തായാലും ഇനി സമയങ്ങൾ തീരെയില്ലെന്നുള്ളത് നമുക്കറിയാം. പ്രത്യേകിച്ച് എസ്കറ്റോളജി ഞാൻ ശക്തമായിട്ട് പഠിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അതാണ് വലിയൊരു ഭാരം. ഞാൻ ഈ ഇന്റർവ്യൂ വരാൻ കാരണം ഞാനിതാണ്. കാരണം എന്നെ പലരും ഇന്റർവ്യൂ വിളിച്ചപ്പോൾ എനിക്ക് അങ്ങനെ TV-ലൊന്നും വരുന്നത് എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത വ്യക്തിയാണ്. പക്ഷേ ഇതാർക്കെങ്കിലും ഒരു പ്രയോജനമാകട്ടെ അത് ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. ഈ ഒന്നിച്ച് ചെയ്യണം. നാം ഒന്നിച്ച് അവരുടെ നാമത്തെ ഉയർത്തുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് എല്ലാ അസാധ്യ പ്രേക്ഷകരോടും ഉള്ള എന്റെയും കുടുംബത്തിന്റെയും ഞാൻ മിനിസ്റ്ററുടെയും പേരുള്ള സ്നേഹവന്ദനം. അത്രമാത്രം സൗമ്യമായിട്ട് ക്ഷമയോടെ ഞങ്ങളെ കേട്ടിരുന്നല്ലോ. പലതും പെട്ട കാരണം ഞാൻ ഇന്ന് വളരെ തിരക്കായിരുന്നു. രാത്രി വളരെ വൈകിയാണ് മീറ്റിംഗ് കഴിഞ്ഞ് ഒന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റിയില്ല. പക്ഷെ ദൈവാത്മാവ് പ്രിപ്പയർ ചെയ്ത് വിശ്വസിക്കുകയാണ്. ദൈവം എല്ലാവരെയും ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു പാസ്റ്റർ, ഇത്ര സമയങ്ങൾ ഞങ്ങളോടൊപ്പം വിനിയോഗിച്ചതിൽ. പാസ്റ്റർ, ചുരുക്കമായിട്ട് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അനുഗ്രഹമാണ്. വ്യക്തിപരമായിട്ട് ഞാനും എൻ്റെ കുടുംബവും ആസാദി ചാനലും പ്രാർത്ഥന ചോദിക്കുന്നു. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയും ഒന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അനുഗ്രഹം. അങ്ങനെ ദാസനെ കുടുംബത്തെ കർത്താവേ, മീഡിയയിൽ കൂടെ കർത്താവെ ദൈവത്തിന്റെ നാവാകാനായിട്ട്, ശബ്ദമാകാനായിട്ട് കഴിഞ്ഞ അനേക ദശകങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാട്ടു സ്തോത്രം. തനിക്ക് ലഭിച്ചിരിക്കുന്ന താരതയുടെ കർത്താവെ അനേകരുടെ കണ്ണു തുറപ്പിക്കുവാൻ നോക്കട്ടെ. പ്രത്യേകിച്ച് സെക്കുലാർ വേൾഡിലുള്ള ടച്ച് ചെയ്യാനും റീച്ച് ചെയ്യാനായിട്ട് ചിന്തിപ്പിക്കുവാനും കർത്താവെ ഉദ്യോഗിപ്പിക്കുവാനും നോക്കണം. ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം അവന്റെ പേരും കുടുംബത്തിന് മേലും ഉണ്ടായിരിക്കുമ്പോൾ കാട്ടു സ്തോത്രം. അനേകരെ ലിഫ്റ്റ് ചെയ്യുവാനായിട്ട് കർത്താവെ ദാസനെ നീ ഉപയോഗിക്കുന്നുണ്ടോ? സ്തോത്രം. കർത്താവെ അടുത്ത ദിവസങ്ങളില് ഒരു സാറ്റലൈറ്റ് ചാനലായിട്ട് ഞങ്ങളൊക്കെയും ചാനൽ തുടങ്ങുമ്പോൾ കർത്താവിന്റെ ദാസന്റെ സഹായങ്ങളൊക്കെയും ഞങ്ങൾക്ക് ലഭ്യമാകുന്നതിനായിട്ട് സ്തോത്രം. ഈ കർത്താവെ സ്തോത്രം. ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവർ ഏത് രാജ്യങ്ങളായിരുന്നാലും ഇപ്പോൾ അടിയൻ കർത്താവെ അവരെ അനുഗ്രഹിച്ചതിനെ പറ്റി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അവരുടെ വ്യക്തിപരമായിട്ടുള്ള വിഷയത്തിന്മേൽ ഈ വർഷം തീരുന്നതിന് മുമ്പ് തന്നെ ദൈവം അയക്കുന്ന വിടുതലിനായിട്ട് സ്തോത്രം ചെയ്ത് കർത്താവ്. ഞങ്ങളൊക്കെയും ദൈവത്തിന്റെ വേല എന്നവരാണെങ്കിലും ഞങ്ങളുടെ വ്യക്തിപരമായിട്ട് ഒത്തിരി വിഷയമുണ്ട് കർത്താവ്. ലീഡർഷിപ്പിൽ നിൽക്കുന്നവർക്ക്
മറ്റുള്ളവരോട് പറയാൻ പറ്റത്തില്ല. കർത്താവെ സ്തോത്രം. അല്ലെ കർത്താവെ, അങ്ങനെയുള്ള വിഷയങ്ങളിൽ ദൈവം വിടുതലയക്കുന്നതിനായിട്ട് സ്തോത്രം. രോഗികളെ സൗഖ്യമാക്കിക്കാട്ട് കർത്താവ്. ഞങ്ങൾക്ക് ആകെ ഒരു ജീവിതമേ ഉള്ളൂ. സമയങ്ങളൊക്കെ കഴിഞ്ഞു പോയവരുണ്ട് കർത്താവെ. ഇനിയുള്ള സമയത്ത് കർത്താവെ, ദൈവത്തിന്റെ ഹിതം മനസ്സിലായിക്കൊണ്ട് അവന്റെ കയ്യിൽ ഒരു ഇണങ്ങിയ ആയുധമായിട്ട്, മൂർച്ചയേറിയ ആയുധമായിട്ട് അനേകരെ കർത്താവിലേക്ക് ആനയിക്കാൻ നോക്കണം. ഞങ്ങളുടെ കഴിവുകളൊക്കെയും പുറകെപ്പെടുത്തുവാൻ നോക്കണം കർത്താവ്. ഞങ്ങളെ വ്യവസ്ഥയില്ലാത്തൊരു സ്ഥലം ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ സമർപ്പണത്തെ നീ മാനിക്കുന്നതിനായിട്ട് സ്തോത്രം കർത്താവെ. അടിയുടെ ഹൃദയത്തിൽ നിന്ന് കർത്താവെ, ഞങ്ങൾ മിനിസ്ട്രി ആയിട്ട്, കുടുംബമായിട്ട് എല്ലാ പ്രിയപ്പെട്ടവരെ ഞങ്ങളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ അനുഗ്രഹിച്ചുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ അനുഗ്രഹം അവിടെ മേൽ കാലാവസാനം വരെയും റെസ്റ്റ് ചെയ്യുമാറാകട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു നാമത്തിൽ തന്നെ. ആമേൻ. 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 താങ്ക് യു പാസ്റ്റർ, ഇത്രയും സമയങ്ങൾ ഞങ്ങളോടൊപ്പം വിനിയോഗിച്ചതിൽ. ഈ ടെസ്റ്റിമണി അനേകർക്ക് അനുഗ്രഹമാകും. പാസ്റ്റർ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുകയാണ്. ഒന്ന്, ഒരു തലമുറയെ, അടുത്ത നേതൃത്വത്തെ വളർത്തിയെടുക്കുക എന്നുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട. ഒരു തിമോത്തി ഇല്ലെങ്കിൽ പൗലോസില്ല, ഒരു ജോഷു ഇല്ലെങ്കിൽ മോശയില്ല എന്ന് പറഞ്ഞത്. ഞാൻ ഒരു പാഠഭേദം ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം. അതായത് അടുത്ത തലമുറ നേതൃത്വം വളരെ ആവശ്യമാണ്. അടുത്ത തലമുറ, ഞാൻ ഈ മോശയുടെയും ജോഷിയുടെയും കാര്യം പറഞ്ഞു. മോശ ശുശ്രൂഷ ഏറ്റപ്പോൾ തന്നെ അടുത്ത നേതാവിനെ കൂടെ നിർത്തി വളർത്തിയെടുത്തു. 40 വർഷം കൂടെ നിർത്തി ട്രെയിൻ ചെയ്ത് വളർത്തിയെടുത്തു. പലർക്കും ഒരു ചിന്ത, ഒരു നേതാവ് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ അദ്ദേഹത്തിന് ശേഷം ആരും ഇല്ലെന്ന് പറയുന്നത് ഒരു അഭിമാനമാണ്. പക്ഷേ അതൊരു അഭിമാനമല്ല, ഒരു പരാജയമാണ് അടുത്ത നേതൃത്വത്തെ വളർത്തിയെടുക്കാൻ പറ്റാത്തത്. രണ്ടാമത് എന്നെ വളരെ സ്പർശിച്ചൊരു കാര്യമാണ്, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, പ്രതികൂലം ഉണ്ടാകുമ്പോൾ വൈ എന്ന് ചോദിക്കല്ലോ, ഫോർ വാട്ട് എന്നേ ചോദിക്കാവുള്ളൂ. ദൈവത്തിൻ്റെ സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനിടയായി തീർന്നു. നന്ദി പറയുന്നു. അനേകർക്ക് അനുഗ്രഹമായി തീരും, പ്രേക്ഷകർക്ക് അനുഗ്രഹമായി തീരും. താങ്ക് യു പാസ്റ്റർ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു.